സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ നമഃ. കവിക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ തിരുമുറ്റത്ത് ഭഗവാന്റെ തന്നെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം, ആ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തവും ചൈതന്യവും നിറഞ്ഞതുമായിട്ടുള്ള നരസിംഹാവതാരം സംഭവിച്ചു കഴിഞ്ഞ ഒരു നിമിഷത്തിൽ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഭഗവത് ചിന്തകളെക്കുറിച്ചും ഭഗവത് കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചെറിയൊരു സംവാദ സദസ്സ്, അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള വലിയ ഭാഗ്യം, ആദ്യം തന്നെ അതിന് കാരണക്കാരനായിട്ടുള്ള ഗുരുവായൂരപ്പനോട് നന്ദി പറയുന്നു. ഈ മണ്ണിൽ നിൽക്കുമ്പോൾ മള്ളിയൂർ പോയിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഭാഗവതത്തിന് ഇന്ന് കാണുന്ന പേരും പ്രശസ്തിയൊന്നും ഇല്ലാതിരുന്നൊരു സമയത്ത് ഭാഗവതം എന്താണ് എന്ന് ഈ ലോകത്തിന് മുഴുവൻ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ്റെ മണ്ണിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത്. ഭാഗവതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്നാണ്. ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി എന്ന് ഭാഗവതം പറയുന്നില്ല. ഭാഗവതത്തിൽ തന്നെ ഭഗവാൻ ഉണ്ട് എന്നാണ് ഭാഗവതം പറയുന്നത്. ആ ഭാഗവതമാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗവതമാണ് ഇനി നാളെ മുതൽ അവതാരങ്ങളുടെ ഒരു പ്രവാഹം, അതിൻ്റെ അവസാനം ആ പൂർണ്ണാവതാരമായിട്ടുള്ള ഭഗവാന്റെ അവതാരം ഉണ്ടാവാൻ പോകുന്നു. എനിക്ക് നല്ല അസൂയുണ്ട് നിങ്ങളോട്. കാരണം നാളെ കൃഷ്ണാവതാരം കേൾക്കാൻ പോകുന്ന 5-ാം ദിവസം രാവിലെ മുതൽ ഭഗവാന്റെ ബാലലീലകൾ കേൾക്കാൻ പോകുന്ന ഒരു സദസ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഉടനെ ഒന്നും ഒരു ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിട്ടില്ല. ഇപ്പോൾ വൈശാഖമൊക്കെ ആവേണ്ടി വരും ചിലപ്പോൾ. ഭഗവാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ പോയി പറയുന്നതല്ലാതെ ശ്രീധരേട്ടനെയൊക്കെ പോലെയുള്ള ഭഗവാനെയും ഭാഗവതത്തെയും അത്ര തന്നെ അറിയുന്ന ആചാര്യന്മാരുടെ വായിൽ നിന്ന് ഭാഗവതത്തെക്കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നത് സുഹൃതം ചെയ്ത ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ജന്മങ്ങളുടെ സുഹൃതമുണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ ഭാഗവതം കിട്ടിയിട്ടുള്ളവരാണ് നിങ്ങൾ. ആ ഭാഗവതത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെയുള്ള ആ ഭാഗവതത്തെ അറിയുമ്പോൾ ഭഗവാനിലേക്കുള്ള നമ്മുടെ ദൂരം കുറയും. ഒരു നിമിഷത്തിൽ നമ്മൾ തന്നെ തിരിച്ചറിയും നമ്മൾ തന്നെയാണ് ഭഗവാൻ, ഞാൻ ഭഗവാന്റെ അംശമാണ് എന്ന്. അതിലേക്കുള്ള യാത്രയാണ് ഓരോ സപ്താഹങ്ങളും ഓരോ ആധ്യാത്മിക സദസ്സും ഈ പ്രഭാഷണമൊക്കെ. ആ യാത്രയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന ഏതോ ഒരു ബോർഡോ ഒരു മരച്ചില്ലേക്കാണെന്ന് മാത്രം. ആ യാത്ര അവസാനിക്കേണ്ടത് തീർച്ചയായിട്ടും ഭഗവാനിലേക്ക് തന്നെയാണ്. ഇവിടെ അത് പറയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സദസ്സാണ്. ശ്രീധരേട്ടനെ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം യജ്ഞാചാരനായി വർത്തിക്കുന്ന ഒരു യജ്ഞത്തിൽ വന്ന് ഒരു പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ എനിക്ക് വേണ്ടി കാത്തുവച്ചു. വളരെയധികം സന്തോഷം. കവിക്കാട് വന്ന് ഭഗവാനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ കാത്തുവച്ചു. അതിലും വലിയ സന്തോഷം. അതൊക്കെ പറയാൻ അവസരം ഉണ്ടായിട്ടുള്ള ഈ ദിവസം, നരസിംഹാവതാരം കഴിഞ്ഞിരിക്കുന്ന ഈ സമയം, ഇവിടെ നിങ്ങൾ കേട്ടു നേരത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഭാഗവതത്തിൻ്റെ കോർ, ഭാഗവതത്തിൻ്റെ എസൻസ്, ഭാഗവതത്തിനെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ചാറ്, അതിലേറ്റവും രുചിയുള്ള ഒരു സിറപ്പ് നേരത്തെ അവിടെ ആചാര്യൻ അതിനെക്കുറിച്ച് സംസാരിച്ചു. പ്രഹ്ലാദൻ പറയുന്ന ആ വാചകം നവതാഭക്തിയെ കുറിച്ചിട്ട് അല്ലെ? ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം, ദാസ്യം സഖ്യം ആത്മനിവേദനം. അവസാനം ആത്മനിവേദനം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളും ഭഗവാൻ ഒന്നായിത്തീരുന്ന ആ നിവേദന സമയം, നമ്മൾ അങ്ങോട്ട് ഭഗവാനിലേക്ക് ലയിക്കുന്ന ആ സമയം. നമ്മൾ ശ്രവണത്തിൽ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു തെറ്റുമില്ല. ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? നമ്മളിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ ഒരു ചൈതന്യമായിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കയറുകയാണോ ചെയ്യണം? അല്ല. ഭഗവാൻ നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നത്
ഈ 2 കാതുകളിലൂടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറഞ്ഞത് ശ്രവണം ആദ്യത്തെ പടിയ. ABCD AIE നഴ്സറി ക്ലാസ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. പക്ഷെ ഇതില്ലാതെ ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. അത്രയധികം പ്രാധാന്യമാണ് ശ്രവണത്തിന്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ പല ഭാഗവത സദസ്സുകളിൽ പോകുമ്പോഴും നിരവധിയായിട്ടുള്ള അമ്മമാര് ഭാഗവതം പുസ്തകം കൊണ്ട് വായിക്കുന്നുണ്ടാവും. തെറ്റില്ല, വളരെ നല്ലതാണ്. ആ ചെയ്യുന്നതിനോട് എനിക്ക് അത്യധികം ബഹുമാനമുണ്ട്. ഭാഗവതം വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവരും വായിച്ചു പോകുന്നു. പക്ഷേ ഭാഗവതം പറയുന്നു ശ്രവണമാണ് വേണ്ടത്. ഒപ്പം വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലത്. പക്ഷെ പുസ്തകത്തിലുള്ളത് തന്നെയാണോ വായിക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും വായിക്കുന്നത് നിങ്ങളിലേക്ക് എത്താതെ പോവുകയും ചെയ്യുന്ന അവസ്ഥ പല സ്ഥലത്തും ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പുസ്തകത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വായിക്കും. അയ്യോ ഇതല്ലല്ലോ എൻ്റെ ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വായനയിൽ നിന്ന് ശ്രദ്ധ പോകും. പുസ്തകം വെച്ചിരിക്കുന്ന ആളുകൾ അത്രയധികം കഴിവുള്ള ആളുകളാണ്. ഗുരുവായൂരപ്പൻ അനുഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പല സ്ഥലത്തും ആൾക്കാർ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആളെ തോണ്ടിട്ട് ചോദിക്കുക എവിടെ എത്തി, ഇവിടെ എത്തിയിട്ടുണ്ട്, ഇല്ല ഞാൻ ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പാടില്ല. ഏറ്റവും പ്രാധാന്യം അയ്യോ എൻ്റെ അടുത്ത് പുസ്തകമല്ല വ്യാസ, ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, മതി. ശ്രവണം ആണ് ഭഗവാൻ പറയുന്നത്. കേൾക്കുക, നന്നായിട്ട് കേൾക്കുക. കേട്ടുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് എങ്ങനെയാണോ പൂന്താനത്തിൻ്റെ കൂടെ, എങ്ങനെയാണോ കുറൂരമ്മയുടെ കൂടെ, എങ്ങനെയാണോ വില്ലുമംഗലത്തിൻ്റെ കൂടെ ഒരു ഉണ്ണിയായിട്ട് ഭഗവാൻ ഇങ്ങനെ നടന്നു വന്നത്, അതുപോലെ പതിയെ പതിയെ ഭഗവാനെ നമുക്ക് കാണാനും സംസാരിക്കാനൊക്കെ സാധിക്കും. അതിൽ ആദ്യത്തെ പടിയാണ് ശ്രവണം. പിന്നീട് അങ്ങോട്ട് അർച്ചനം, വന്ദനം, രാസ്യൊക്കെ ഇങ്ങനെ പോകും. അവസാനത്തെ പടിയിലേക്ക് എത്താൻ ചിലപ്പോൾ ഈ ജന്മം ചിലപ്പോൾ മതിയായി എന്ന് വരില്ല. അപ്പൊ ഭഗവാൻ വീണ്ടും ഒരു ജന്മം തരുന്നു വരും. അതിലും ഈ യാത്ര തന്നെ. അവിടെയും ശ്രവണം തൊട്ട് തുടങ്ങണം. പൂർവത്തിലുള്ള കർമ്മം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും വീണ്ടും ഭഗവാനെ കുറിച്ച് കേട്ട് തന്നെയാണ് ആ യാത്രയുടെ കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് സുഹൃതികളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെയധികം ധന്യരാണ്. നല്ലൊരു ക്ഷേത്രം, നല്ലൊരു സംഘാടകര്. കൃഷ്ണകഥകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഈ മധുരം കൊണ്ട് ഇങ്ങോട്ട് നിറഞ്ഞിട്ട് സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് മോക്ഷം, കേൾക്കുന്നവർക്ക് മോക്ഷം, പറയുന്നവർക്ക് മോക്ഷം. അങ്ങനെ ഒരു പരിപാടിയാണ്. ആരാണോ കഥ പറയുന്നത് അവന് മോക്ഷം കിട്ടും. ആരാണോ കഥ കേൾക്കുന്നത് അവർക്കും മോക്ഷം കിട്ടും. ആരാണോ കഥ പറയാനും കഥ കേൾക്കാനും അവസരം ഉണ്ടാക്കുന്നത് അവർക്കും മോക്ഷം കിട്ടും. അത് കൃഷ്ണകഥകളുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഈ ഭാഗവതം എന്ന് പറയുന്നത് കൃഷ്ണകഥകൾ മാത്രമാണോ? ഞാനിപ്പോൾ മഹാദേവന്റെ ഭക്തനാണ്, എനിക്ക് ഭാഗവതം വായിക്കാൻ പാടുമോ? മഹാദേവൻ എന്തെങ്കിലും പ്രശ്നം വരും? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ ദേവിയുടെ ഭയങ്കര ഭക്തിയാണ്. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഭഗവതി ഉണ്ട്, മഹാദേവനുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്. ഞാൻ ദേവിയുടെ പരമനായിട്ടുള്ള ഒരു ഭക്തനാണ്, എനിക്ക് ഭാഗവതം വായിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭാഗവതം തീർച്ചയായിട്ടും ഒരു വൈഷ്ണവമായിട്ടൊരു ഗ്രന്ഥം മാത്രമാണോ? ഗുരുവായൂരപ്പനെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ച് മാത്രമുള്ളതാണോ എന്ന് കരുതുന്നുണ്ടോ? എന്നങ്ങനെ അല്ലാന്ന് ഭാഗവതം തന്നെ പറയുന്നു. ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ഘോഷങ്ങളിലൊന്ന്, ഭാഗവതം തുടങ്ങുന്നതും ഭാഗവതം അവസാനിക്കുന്നതും എങ്ങനെയാ? ആ ശ്ലോകം, മുഴുവൻ ശ്ലോകം ഞാൻ പറയില്ല, അവസാനത്തെ വരി ശ്രീധരനെ കള്ളപ്പം മുഴുവൻ ശ്ലോകം ചൊല്ലാൻ എനിക്ക് പറ്റിയ. സത്യം പരം ധീമഹി എന്നാണ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നത്, തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും. ആരെ ധ്യാനിക്കാനാണ് ഭാഗവതം പറയുന്നത്? പരമമായിട്ടുള്ള സത്യത്തെ ധ്യാനിക്കൂ എന്നാണ്. കൃഷ്ണനെ ധ്യാനിക്കൂ, രാമനെ ധ്യാനിക്കൂ, പരശുരാമനെ ധ്യാനിക്കൂ, അനന്തനെ ധ്യാനിക്കൂ, ഗോവിന്ദനെ ധ്യാനിക്കൂ അല്ല. മഹാദേവനെ ധ്യാനിക്കൂ, ദേവിയെ ധ്യാനിക്കൂ, ഗണപതിയെ ധ്യാനിക്കൂ, മുരുകനെ ധ്യാനിക്കൂ, അതുമല്ല. പിന്നെന്താ പറയണേ? സത്യം പരം ധീമഹി, പരമമായിട്ടുള്ള സത്യത്തെ ധ്യാനിക്കൂ. ആ സത്യവസ്തുവായിട്ടുള്ള ഭഗവാനെയാണ് അറിയേണ്ടത്. ആ സത്യവസ്തുവായിട്ടുള്ള ഭഗവാൻ ആരാ? ഞാൻ തന്നെ. നവതാഭക്തിയിൽ അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഈ ആത്മസമർപ്പണം തന്നെ നവതാഭക്തിയുടെ അവസാനത്തെ എസൻസ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭാഗവതം ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ ഭാഗവതത്തിന്റെ
ഓരോരോ ഭാഗങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഇത് ഭഗവാനെ കുറിച്ച് പറയുന്നതാണ് എന്ന് മാത്രം കരുതരുത്. അങ്ങനെ കരുതിയാൽ ഭാഗവതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ചാറ് നമുക്ക് കിട്ടില്ല. പിന്നെ ഭഗവാനെ കുറിച്ചും പറയുന്നുണ്ട്, അതിലുപരിയായിട്ട് ഭഗവാന്റെ ഭക്തരെ കുറിച്ച് പറയുന്ന ഒന്നാണ് ഭാഗവതം. ഇപ്പൊ നിങ്ങൾ കേട്ടു, നരസിംഹസ്വാമിയെ കുറിച്ച് കേട്ടതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആരെ കുറിച്ച് കേട്ടു? പ്രഹ്ലാദനെ കുറിച്ച് കേട്ടു അല്ലേ? ഇനി ഗുരുവായൂരപ്പന്റെ നാളെ അവതാരം ഉണ്ടായി കഴിഞ്ഞാൽ 5-ാം ദിവസം ബാലലീല തുടങ്ങി കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഗോപിമാരെ കുറിച്ച് കേൾക്കും. നിങ്ങൾ ധ്രുവനെ കേട്ടു, നാളെ ഗജേന്ദ്രനെ കേൾക്കാൻ പോകുന്നു, ഇങ്ങനെ വൃതാസുരനെ കേട്ടു. ഇങ്ങനെ ഓരോരോ ഭക്തന്മാരുടെ മോഡൽ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഗുരുവായൂരപ്പൻ വെച്ച് തരാം. നമ്മൾ പറയും, അയ്യോ എനിക്കൊന്നും സാധിക്കില്ല, ഭഗവാനല്ലേ, ഭഗവാനൊക്കെ സാധിക്കും. അത് ഭഗവാനായതുകൊണ്ട് അത് നടന്നു. നമ്മളെപ്പോലുള്ളവർക്ക് എന്ത് സാധിക്കും? ഈ എക്സ്ക്യൂസ് പറയും നമ്മളിത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? കുറെ ഭക്തന്മാരുടെ മോഡൽ കാണിച്ചു തന്നു. ദേ ഇവർക്കൊക്കെ ആവാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആവാം. അത്രേ ഉള്ളൂ. ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് മാത്രമാണെന്ന് കരുതാതെ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തരെ കുറിച്ച് കൂടിയാണെന്ന് മനസ്സിലാക്കുക. നോക്കൂ, ഈ നവധാഭക്തി പറഞ്ഞല്ലോ, ഈ നവധാഭക്തിയുടെ ഓരോരോ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. ശ്രവണം ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞു. പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കേട്ടിട്ടാണ് ഭഗവാനെ കുറിച്ച് അറിയുന്നത്. ഇതുപോലെ ഭഗവാനെ കാണാതെ, ഒരിക്കൽ പോലും ഭഗവാന്റെ ഒരു ഫോട്ടോ പോലും കാണാതെ, ഓ കൃഷ്ണൻ 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 എന്ന് കേട്ട് ഭഗവാനെ കിട്ടിയ ഒരാളുണ്ട്. ആരാത്? ഞാൻ വെറുതെ ഇങ്ങനെ ഘോഷണം ചെയ്തു പോകും നിങ്ങൾ കരുതിയോ? നിങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് വിവിധങ്ങളായിട്ടുള്ള ആചാര്യന്മാരുടെ സപ്താഹങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ അറിയാതിരിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷെ നമുക്കത് കണ്ടെത്താനുള്ള ശ്രമം കൂടെ വേണം. ഒരു സപ്താഹം കഴിഞ്ഞ് അടുത്ത സപ്താഹം വരുമ്പോൾ തുറക്കേണ്ടതല്ല ഭാഗവതം. ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണത് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എപ്പോഴും നമ്മുടെ കയ്യിൽ പുസ്തകം വെച്ച് ഇറങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്. ആ ഭാഗവത ധർമ്മം നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ കേട്ട് മാത്രം കൃഷ്ണനെ കിട്ടിയ ഒരാളുടെ കല്യാണമാണ് നിങ്ങൾ 5-ാം ദിവസം ആഘോഷിക്കുന്നത്. ആരുടെ? രുക്മിണി. ഭഗവാനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടേ ഇല്ല, പാവം. ഭഗവാനെ കണ്ടിട്ടില്ല. കല്യാണം കഴിക്കുന്ന ആളെ കാണുന്നത് രഥത്തിലേക്ക് പിടിച്ചിട്ട് കയറ്റുമ്പോഴാണ്. ഇങ്ങനെയാണ് അല്ലേ? അപ്പോഴാ അറിയണേ. ഇന്ന് നിങ്ങൾ വായിച്ച ഇവിടെ ആചാര്യൻ പാരായണം ചെയ്ത ഈ നരസിംഹാവതാരം, ഭഗവാന്റെ ആ ഏറ്റവും ക്രോധഭാവം, നേരത്തെ പറഞ്ഞല്ലോ, രുദ്രാംശത്തോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ സ്വരൂപം, ഇതേ സ്വരൂപത്തെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളായിരുന്നു രുക്മിണി. നിങ്ങൾ കേൾക്കും, ഭഗവാന് കത്തെഴുതും രുക്മിണി. ആദ്യത്തെ ലവ് ലെറ്റർ, പ്രിയപ്പെട്ട കൃഷ്ണ നല്ല വിളിക്കുക, ഭുവന സുന്ദര എന്നുകൊണ്ടാ തുടങ്ങുക കത്തന്നെ. അതിന്റെ അവസാനത്തെ ഒരു വരിയുണ്ട്. നിങ്ങൾ ഇന്ന് നരസിംഹാവതാരം കേട്ട ആൾക്കാർ നിർബന്ധമായിട്ടും കേൾക്കണം രുക്മിണിയുടെ കത്ത്. രുക്മിണി കത്ത് അവസാനിക്കുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്? അല്ലയോ കൃഷ്ണ, അങ്ങാവുന്ന സിംഹത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇരയായ എന്നെ കേവലം ഒരു കുറുക്കനായ ശിശുപാലൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കല്ല മാനക്കേട്, നിങ്ങൾക്കാണ്. അപ്പൊ ഭഗവാൻ സിംഹമാണ് എന്നുള്ള ബോധ്യം ആർക്കുണ്ട്? രുക്മിണിക്കുണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്ന ആള്, ഇപ്പൊ നേരത്തെ ആചാര്യം പറഞ്ഞല്ലോ, ലക്ഷ്മി പേടിച്ച് മാറിയിരുന്നു. ഇങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇയാളുടെ പല കോലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, ഇതെന്തൊരു രൂപമാണിത്, പേടിച്ച് മാറിയിരുന്നു. അപ്പോഴും പ്രഹ്ലാദൻ മുന്നോട്ട് പോയിട്ട്, ഭഗവാനെ അങ്ങയുടെ ഈ രൂപം കണ്ടിട്ടൊന്നും ഞാൻ പേടിക്കണില്ല, കാരണം എന്താ, ഇത് എന്റെ തന്നെ സ്വരൂപമാണെന്ന് എനിക്കറിയാം. അതാണ് പ്രഹ്ലാദന്റെ മഹത്വം. അപ്പൊ എന്ത് ചെയ്യുന്നു? മോഡൽസിനെ കാണിച്ചു തരുന്നു ഭാഗവതം. നിങ്ങൾ പ്രഹ്ലാദനെ പോലെ ആകൂ, നിങ്ങൾ ധ്രുവനെ പോലെ ആകൂ. ഇതാ നാളെ ഗജേന്ദ്രമോക്ഷം. ഇന്ദ്രദ്യുമ്നൻ ശാപം കിട്ടി ആനയായിട്ട് ജീവിക്കുമ്പോൾ ഒന്നും ഭഗവാനെ കുറിച്ച് ഓർത്തില്ല. നമ്മുടെ ജീവിത കാണിക്കണേ. നമുക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാവുമ്പോ, നമുക്ക് സന്തോഷം ഉണ്ടാവുമ്പോ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? അറിയില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ താണ് പോകുമ്പോ വിളിക്കും അറിയാതെ, ഭഗവാനെ ഭഗവാനെ ഭഗവാനെ. ആ വിളിയൊന്നും ഉള്ളിൽ നിന്ന് വരുന്നതല്ലാതെ ഭഗവാനും അറിയാം. അതുകൊണ്ട് ഭഗവാൻ വെയിറ്റ് ചെയ്യും, നിൽക്കട്ടെ. അവസാനം ഒരു നിൽക്കക്കള്ളി ഇല്ലാന്ന് മനസ്സിലാവുമ്പോ നമ്മുടെ മനസ്സാകുന്ന താമരപ്പൂ ഇങ്ങനെ ചുഴറ്റിയെടുത്ത് മുകളിലേക്ക് ഇങ്ങനെ നീട്ടി ഉറക്ക വിളിക്കും. എന്ത്? നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ആ ഭഗവാന്റെ ആ മന്ത്രം ഉറക്ക വിളിക്കും ആന.
ആ ഇന്ദ്രദ്യുമ്നന് ഭഗവാൻ മോക്ഷം കൊടുക്കുന്നു. ഇതുപോലെ ദ്രൗപദി ഒരു സാരി കടിച്ചു പിടിച്ചിട്ടാണ്, അയ്യോ എന്നെ രക്ഷിക്കണേ കൃഷ്ണ, എന്നെ രക്ഷിക്കണേ കൃഷ്ണ എന്ന് വിളിക്കുന്നത് ഒരു അറ്റം സാരി വായിൽ കടിച്ചു പിടിച്ചിട്ടാണ്. ദേവിക്കറിയാം ഈ പറയുന്ന പല്ലിന്റെ ഇടയിൽ ഈ സാരി ഉണ്ടാവുമ്പോൾ എന്റെ മാനത്തെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കും എന്നൊരു ബോധ്യം ഭഗവതിക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ എപ്പോഴാണോ തന്റെ കണ്ണിന്റെ മുമ്പിൽ ആ സാരി ഇങ്ങനെ കീറി 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 ഇപ്പൊ എന്റെ മാനം പോലോ ഭഗവാനെ എന്ന് തോന്നിയപ്പോ വിളിച്ചു, എന്ത്? ഗോവിന്ദ ദ്വാരകാവാസിൻ. ഭഗവാനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ദ്രൗപദി കണ്ടു അത്രേ, വനവാസകാലത്ത് പറഞ്ഞു അത്രേ, എന്ത് പണിയാ കാണിച്ചത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? സഖി എന്നാണല്ലോ വിളിക്കുക, ഭഗവാനും സഖേ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യുക? ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ എന്റെ മാനം പോവില്ലായിരുന്നു. ഞാൻ എത്ര കണ്ടു വിളിച്ചു, ഒന്നും ഓടി വരായിരുന്നില്ലേ, എൻ്റെ ഒപ്പം ഒന്നും ചേർന്ന് നിൽക്കായിരുന്നില്ലേ, എന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യായിരുന്നില്ലേ? ഭഗവാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് പറയാറില്ലേ, ഇത്രയും താമസിക്കണമായിരുന്നു ഭഗവാനെ, ഇത് ചെയ്താൽ പോരെ? അപ്പൊ ഭഗവാൻ രസകരമായിട്ട് ദ്രൗപദിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്നെ എന്താ വിളിച്ചേ? ഞാൻ സാധാരണ വിളിക്കുന്ന പോലെ കുറെ എണ്ണം വിളിച്ചു, എന്നാലും അവസാനം എന്താ വിളിച്ചത് നല്ല ഓർമ്മ ഉണ്ടാവുമല്ലോ, സാരി കീറി പോകുമ്പോൾ വിളിച്ചതല്ലേ, അതെന്തായാലും ഓർമ്മ ഉണ്ടാവും അറിയാം. എന്താ വിളിച്ചേ? ഞാൻ ഗോവിന്ദ എന്ന് വിളിച്ചു. ആ ശരി, അത് കഴിഞ്ഞിട്ട് എന്താ വിളിച്ചേ? ഗോവിന്ദ ദ്വാരകാവാസി. നിങ്ങൾ ദ്വാരകയുടെ വലിയ ആളല്ലേ? ഭഗവാൻ ഇങ്ങനെ ചിരിച്ചിട്ട് ചോദിച്ചു അത്ര ദ്രൗപദിയോട്, ഗോവിന്ദ ദ്വാരകാവാസി എന്നാണ് നീ എന്നെ വിളിച്ചത് സഖി, ഞാൻ ദ്വാരകയുടെ വാസിയാണോ? ഞാൻ നിന്റെ ഹൃദയവാസിയല്ലേ എന്നാണ് അത്ര ചോദിച്ചത് ഭഗവാൻ. ഞാൻ ദ്വാരകയിലാണോ ഇരിക്കണേ? നെവർ. ഞാൻ ഇരിക്കുന്നത് എവിടെയാ? നിന്റെ ഹൃദയത്തിൽ. അത് തിരിച്ചറിഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ അപ്പഴേ വന്നേനെ. സാരി ആയിട്ടൊന്നുമല്ല, ചിലപ്പോൾ ഞാൻ തന്നെ ഇവിടത്തെ പോലെ സുദർശനം എടുത്ത് വന്നേനെ. ആ തിരിച്ചറിവ് ഉണ്ടാവണം. ആ തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാവും, ഭാഗവതം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ ഭക്തൻ, ഭഗവാൻ, ഭാഗവതം ഇത് മൂന്നും ഒന്നാണ് എന്നൊരു പോയിന്റിൽ എത്തി നിൽക്കും. ഭാഗവതം കേൾക്കുന്നത് ഭഗവാനെ കുറിച്ച്, ഭാഗവതത്തിൽ പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച്. അപ്പൊ ഭക്തനും ഭാഗവതവും ഭഗവാനും ഒന്നാണ്. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയാൽ ഈ ഗുരുവായൂരപ്പനെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വിളങ്ങി നിൽക്കുന്നത് മനസ്സിലാവുന്ന ഒരു സിംറ്റം, ഒരു ലക്ഷണം പറയട്ടെ. നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരു മനുഷ്യനെ തേടി നിങ്ങൾ ഓടും, ഭഗവാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ. നിങ്ങൾ ഇത്രയും കാലം സകലമാന കാവുകളിലും പോയിട്ട് അയാൾ നശിച്ചു പോകണേന്ന് പ്രാർത്ഥിച്ച ആ മനുഷ്യന്റെ അടുത്തേക്ക് നിങ്ങൾ ഓടി അയാളെ കെട്ടിപ്പിടിച്ച് ഹരേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് പൊട്ടി നിങ്ങൾ അങ്ങോട്ട് കരയും. അപ്പ മനസ്സിലാക്കിക്കൊള്ളണം ഗുരുവായൂരപ്പൻ മനസ്സിലേക്ക് വന്നു എന്ന്. അതുവരെ ഇല്ല കേട്ടോ. ലോകത്ത് നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനെ ആലിംഗനം ചെയ്ത് ഹരേ നാരായണ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എപ്പ തോന്നുന്നോ അപ്പോഴേ ഉള്ളൂ ആത്മനിവേദനം, അവസാനത്തെ സ്റ്റെപ്പ്. അതിലേക്കുള്ള യാത്രയാണ്. അതാണ് ഭാഗവതം പറഞ്ഞു വെക്കുന്നത്. അതാണ് ഈ 7 ദിവസം പരീക്ഷത്തിരുന്ന് കേൾക്കുന്നത്, പരീക്ഷത്തിന്റെ പ്രതിരൂപങ്ങളായിട്ടുള്ള നമ്മളിരുന്ന് കേൾക്കുന്നത്. ഇന്ന് കാണുന്ന രീതിയിൽ ഇപ്പോ ശ്രീധരേട്ടനും നിരവധിയായിട്ടുള്ള ആചാര്യന്മാർ ഇവിടെ ഇങ്ങനെ ഭാഗവതം വായിക്കുന്നുണ്ട്, നമ്മളും കുറെ ആയിട്ട് കേൾക്കുന്നുണ്ട്. ആരാണ് ഈ ഭാഗവത സപ്താഹം എന്ന് പറയുന്ന ഇന്ന് കാണുന്ന രീതിയിൽ ഈ ഭാഗവതത്തിന്റെ സപ്താഹയജ്ഞത്തെ ഈ സ്ട്രക്ചറൈസ് ചെയ്തത്? ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് കേട്ടോ. രാവിലെ ഇന്ന സമയത്ത് സഹസ്രനാമം, ഇത്ര സമയം പാരായണം, ഇത്ര സമയം പ്രഭാഷണം, ഈ സമയത്ത് ഭക്ഷണം, ആ ഭക്ഷണത്തിന് മുമ്പ് ചിലപ്പോൾ കീർത്തനം, അത് കഴിഞ്ഞ് പാരായണം, പ്രഭാഷണം, ദീപാരാധന. ഇങ്ങനൊരു ക്രമം ഉണ്ടാക്കിയൊരു മനുഷ്യനുണ്ട്, ഒരു മഹാത്മാവ്. അദ്ദേഹം ഉണ്ടാക്കി തന്ന മണ്ണിൽ ചവിട്ടി നിന്നിട്ടാണ് നമ്മൾ ഇന്ന് ഭാഗവതം കേൾക്കുന്നത്. ആരാത്? അദ്ദേഹത്തിന്റെ പേര് വള്ളിയൂരല്ല. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ പറയുമെന്ന് ഞാൻ കരുതുന്നു, നിങ്ങളുടെ മനസ്സിൽ ആ പേര് വന്നിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ പേര് കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാനാണ് ഇന്ന് കാണുന്ന ഭാഗവത സപ്താഹം ഉണ്ടാക്കിയത്. ആ ഗുരുവായൂർ അമ്പലത്തിന്റെ കൂത്തമ്പലത്തിൽ ഇരുന്ന് ആ മനുഷ്യൻ ഇങ്ങനെ വായിച്ച് ഉണ്ടാക്കിയതാണ് സപ്താഹം. അദ്ദേഹത്തിന്റെ ശിഷ്യൻ
കൊല്ലങ്കോട് ഗോപാലൻ നായർ എന്ന് വിളിക്കുന്ന പണ്ഡിറ്റ് പി ഗോപാലൻ നായർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ഭാഗവത പുസ്തകം വാങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം വളരെയധികം പ്രസിദ്ധമാണ്. ഗുരുവായൂർ ദേവസ്വം 8 വോളിയായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ പുസ്തകം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബ്രാഹ്മണനല്ലാതെ ഒരാൾ സപ്താഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമേ ഉള്ളൂ. കൂത്തമ്പലത്തിൽ അദ്ദേഹത്തിന് പ്രകാശനമില്ല. അതിനകത്തിരുന്ന് സപ്താഹം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ആ അയ്യപ്പസ്വാമിയുടെ നടയുടെ മുമ്പിൽ പോയിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഭാഗവതം വായിക്കാൻ തുടങ്ങി. പക്ഷെ എന്ത് പറ്റി? ഓരോ ദിവസവും കേൾക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടി. ആൾക്കാർക്ക് വഴി നടക്കാൻ പറ്റാണ്ടായി. കാരണം ഭാഗവതം കേൾക്കാൻ അത്രയും ആൾക്കാർ കൂടി. ദേവസ്വത്തിന് പ്രത്യേക സ്ഥലം കൊടുക്കേണ്ടി വന്നു. ഇവിടെ എന്ന് നടത്തിക്കോളൂ. ആ ഗുരുവായൂരപ്പൻ എത്തിച്ചു അദ്ദേഹത്തെ അവിടെ. അദ്ദേഹത്തെ കൊണ്ട് ഈ ഭാഗവതത്തിന് വ്യാഖ്യാനം ഗംഭീരമായിട്ട് എഴുതിപ്പിക്കുകയും ചെയ്തു. ഇനി വാഴകുന്നം വാസുദേവൻ നമ്പൂതിരിപ്പാട്, ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്, വള്ളിയൂര്, ഇവരുടെയൊക്കെ വലിയൊരു പാരമ്പര്യമുണ്ട്. ഇത് തുടങ്ങുന്നത് കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാനല്ല. ഇപ്പൊ ഇവിടെ നേരത്തെ ശ്രീധരൻ പറഞ്ഞല്ലോ, ഒക്കെ പ്രായമായാലാ തുടങ്ങുക ഭാഗവതം. ആയിക്കോട്ടെ, ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞു, നീ ഭാഗവതം എടുക്കാം എന്നാണ്. അദ്ദേഹം അങ്ങനെ വന്ന ആളായിരുന്നില്ല. ഏറ്റവും അധികം പണം ജന്മിത്തുള്ള ഒരു തറവാട്ടിൽ നിന്നാണ് ഒക്കെ വേണ്ടെന്ന് വെച്ച് ഗുരുവായൂർ വന്ന് ഭാഗവതം വായിക്കാൻ തുടങ്ങിയത്. എത്രയോ കാലം മുമ്പ്, പൂന്താനൊക്കെ കഴിഞ്ഞത്, ആഞ്ഞത്തിന് മുമ്പ്, വാഴകുന്നത്തിന് മുമ്പ്, പണ്ഡിറ്റിന് മുമ്പ്. അക്കാലത്ത് അദ്ദേഹത്തിന് 12,000 രൂപ അദ്ദേഹത്തിന്റെ ഇല്ലത്തുനിന്ന് അയച്ചു കൊടുക്കുന്നത് എല്ലാ മാസവും. 12,000 രൂപ ഏത് കാലത്ത്? 1 രൂപ എടുക്കാതെ അത് അവിടുത്തെ അന്നദാനത്തിനും ആധ്യാത്മിക സദസ്സുകൾക്കും വേണ്ടി ചെലവാക്കിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ. ഇന്ന് നമ്മൾ കാണുന്ന സപ്താഹത്തിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിന്റെ സപ്താഹത്തിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇപ്പോ ഇവിടെ ഞാൻ പ്രഭാഷണം നടത്താൻ വന്നപ്പോൾ എന്നെ കുറിച്ച് ഇങ്ങനെ കുറെ പറഞ്ഞു. സന്തോഷം, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. ഞാൻ പോയി പ്രഭാഷണം നടത്തുന്ന ആൾക്കാർക്ക് കുറച്ചേറെ കേൾക്കുമ്പോൾ ഗുരുവായൂരപ്പനെ കുറച്ചൊക്കെ ആലോചിക്കാൻ പറ്റി. സന്തോഷം, എനിക്കും സന്തോഷം, അവർക്കും സന്തോഷം. ഇത് വളരെ മനോഹരമായിട്ട് ഭാഗവതാചാര്യനായിട്ട് നിങ്ങൾക്ക് ശ്രീധരേട്ടനെ കിട്ടിയിരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് ഭാഗവതം പറയുന്നത് അല്ലെ? അപ്പൊ ആ ഓരോ കീർത്തനങ്ങൾ പാടുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആ ഉണ്ണി ഇങ്ങനെ കൊണ്ടുവന്ന് തരികയാണ് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തെ പോലുള്ള മഹാത്മാക്കൾ. പക്ഷെ കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാന്റെ സപ്താഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ? ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇപ്പൊ ഞാൻ പ്രഭാഷണം നടത്താം, എന്റെ എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഗുരുവായൂരപ്പനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, കവിക്കാടിരിക്കുന്ന ഭഗവാനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആലോചനയിലൂടെ ഭഗവാൻ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്നുണ്ട്, ആണല്ലോ. കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാന്റെ സപ്താഹത്തിന് പോയ പ്രിയപ്പെട്ടവരെ, ഗുരുവായൂരപ്പനെ കാണായിരുന്നു. അതാണ് പ്രത്യേകത. ഗുരുവായൂരപ്പൻ ഇങ്ങനെ നേരിട്ട് വന്നിരിക്കത്ര മുമ്പിൽ ഇങ്ങനെ വായിക്കും ഭാഗവതം. പെട്ടെന്ന് മുകളിലേക്ക് നോക്കി ഹരേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ ഒറ്റ കിടത്താത്രേ ആ കൂത്തമ്പലത്തിൽ. അവിടേക്ക് നോക്കുന്ന സുഹൃതികളായിട്ടുള്ള ആളുകൾക്ക് ചിലർക്കൊരു മയിൽപ്പീലിയായിട്ട്, ചിലർക്കൊരു മഞ്ഞപ്പട്ടായിട്ട്, ചിലർക്കൊരു കായാമ്പൂ നിറമുള്ള ഒരു ഉണ്ണിയായിട്ട് ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. അദ്ദേഹം വായിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ ശ്രോതാവായിട്ട് ഇങ്ങനെ മുന്നിൽ വന്നിരുന്നിരുന്നു എന്നാണ്. ഓർത്തു നോക്കൂ അദ്ദേഹത്തിന്റെ മഹത്വം. അദ്ദേഹമാണ് ഈ സപ്താഹം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉണ്ടാക്കി തന്നത്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കാതെ നമ്മൾ എത്ര സപ്താഹം കേട്ട് എന്താ കാര്യം? ആ മനുഷ്യനാണ് ഈ ഭാഗവതത്തിനെ ഇങ്ങനെ ഉയർത്തി വള്ളിയൂർ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ ഉണ്ടാക്കിയെടുത്ത മണ്ണാണ് ഭാഗവതത്തിന്റെ മണ്ണ്. ഞങ്ങളെ പാലക്കാട് നിന്ന് ഒരു കുട്ടി, അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് വലിയ പ്രയാസമായിരുന്നു ഇങ്ങനെ നിൽക്കാൻ. കുറേ കാലം ഇങ്ങനെ പോകുന്ന സമയത്തും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ ആ കുട്ടി വെങ്കിടാചലപതി എന്ന് കാണാണ് ആ കുട്ടിയുടെ പേര്. അദ്ദേഹം ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂർ പോയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ ജോലിക്ക് നിന്നു. ഇപ്പോഴൊന്നും കേട്ടോ, അദ്ദേഹത്തിന്റെ കാര്യത്തെ ഞാൻ പറഞ്ഞു. എപ്പോഴും ഹോട്ടലിൽ ജോലി, അതിന് കിട്ടുന്ന പൈസ ഗുരുവായൂർ അമ്പലത്തിന്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ ആ ഗുരുവായൂർ ശ്രീലകത്തേക്കൊന്നും നോക്കി തൊഴില്ല. ഒരിക്കൽ ഈ അമ്പലത്തിന്റെ മുമ്പ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കാതിലേക്ക് ഇങ്ങനെ വന്നു പോകുന്നതായിട്ട് തോന്നിയിത്രേ. നല്ല മനോഹരമായിട്ടുള്ള ശബ്ദം, ഒരു കീർത്തനം. കയ്യിലുണ്ടായിരുന്ന കുടവും പാത്രമൊക്കെ താഴെ വെച്ചിട്ട് എവിടെന്നാ വരണേ എന്ന് വിചാരിച്ച് അങ്ങനെ പോയി എന്നാണ്. ചെന്ന് അവസാനിച്ചത് കൂത്തമ്പലത്ത് കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ ഭാഗവതം വായിക്കുന്നതിന് മുമ്പിലാണ്. ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അർത്ഥമൊന്നും അറിയില്ല, സംസ്കൃതമാണ്, ഒന്നും അറിയില്ല, ഇങ്ങനെ കേൾക്കുക. കേട്ടോണ്ടിരുന്നപ്പോഴാണ് അത്ര ഓർമ്മ വന്നു, അയ്യോ പാത്രം പുറത്താണല്ലോ.
ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ മുതലാളിക്ക് ഇന്ന് വൈകുന്നേരം കണക്ക് കൊടുക്കേണ്ടി വരും. കിട്ടണ 2 അണയും കിട്ടില്ല. പാത്രം എടുത്തിട്ട് വരാമെന്ന് പെട്ടെന്ന് ബോധോദയം ഉണ്ടായിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മണിയടി കേട്ടു എന്നാണ്. മണിയടി കേട്ട ദിക്കിലേക്ക് തിരിഞ്ഞു നോക്കി. ശ്രീലകത്ത് ഭഗവാന്റെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന സമയാത്ര. ഒറ്റ തവണയെ നോക്കിയുള്ളൂ. അതോടുകൂടി ആ കുട്ടി ഗുരുവായൂരപ്പന്റെ പരമഭക്തനായി എന്നാണ്. പിന്നെ ഭഗവാന്റെ കൂടെ ആയിരുന്നു ജീവിതം. അങ്ങനെ എത്രയോ നാളുകൾ നിരീശ്വരവാദിയായി നടന്ന്, ഗുരുവായൂരപ്പനൊന്നുമില്ല, ഗുരുവായൂരപ്പൻ വെറും കല്ല് എന്ന് പറഞ്ഞ് നടന്നൊരു മനുഷ്യൻ ഭാഗവതത്തിലൂടെ, ശ്രവണത്തിലൂടെ ഭഗവാന്റെ പരമഭക്തനായി മാറിയെന്നാണ്. ആ മനുഷ്യൻ ഒരു ദിവസം ഇങ്ങനെ ഭാഗവതം കുടലൂർ വായിക്കുന്നത് കേട്ട് 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 ഒരു നിമിഷത്തിൽ അങ്ങനെ കൂത്തമ്പലത്തിൽ നിന്ന് എഴുന്നേറ്റ്, ഇന്നത്തെ ഗുരുവായൂരെന്നല്ല, തിരക്കൊന്നുമില്ല, ആ ബലിക്കലിന്റെ മുമ്പ് കൂടെ നേരിട്ട് കയറി ചെല്ലാം, അങ്ങനെ കയറി ചെന്നു. ശ്രീകോവിലിന്റെ മുമ്പിൽ പോയിട്ട് ഗുരുവായൂരപ്പനെ കുറെ നേരം നോക്കിയിരുന്നു. ഒറ്റ കിടത്തം നമസ്കരിച്ചു. എത്രയോ ആളുകൾ ഇങ്ങനെ തട്ടിത്തടഞ്ഞ് അദ്ദേഹത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ആരും വിളിച്ചൊന്നുമില്ല. അദ്ദേഹം നമസ്കരിച്ച് ഇങ്ങനെ കിടക്കന്നെ. കുറെ സമയം കഴിഞ്ഞിട്ട് എഴുന്നേറ്റില്ല. വിളിച്ചു നോക്കിയപ്പോൾ ആളനക്കല്യാണാണ്. അങ്ങനെ ഭഗവാൻ ലയിച്ചു അദ്ദേഹം. അങ്ങനെയുള്ള മഹാത്മാക്കളായിട്ടുള്ള ഭക്തരെ ഉണ്ടാക്കിയെടുത്ത കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തെ പോലെയൊക്കെയുള്ളത്, ശ്രീധരേട്ടനെ പോലുള്ള ആചാര്യന്മാര് നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ പോലുള്ള പ്രഭാഷകരെ കിട്ടണമെന്നൊന്നുമല്ല, ഇദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ആചാര്യന്മാരെ നമുക്ക് കിട്ടണേ ഭഗവാനെ. കുടലൂർ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ ഇരുന്ന് ഇങ്ങനെ കരയുണ്ട്. ഇത്ര ആര് കരഞ്ഞാലും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കും കൂടലൂര്. എന്താ പറ്റി? മോൾക്ക് 30 വയസ്സായി തിരുമേനി. അദ്ദേഹത്തിന് ഈ ജാതി മതം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും പോയി വർത്താനം പറയും. തീണ്ടലും തൊടിയിലൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയോ, ഞാൻ പറഞ്ഞില്ല, എത്രയോ പാട്ടം കിട്ടുന്ന വലിയ ജന്മിയാണ്, നമ്പൂതിരിയാണ്. എന്നാലും ആര് കരയണ് കണ്ടാലും അവരുടെ അടുത്ത് പോയിട്ട് എന്താ പറ്റി? തിരുമേനി 30 വയസ്സായി മോൾക്ക്, ഒരു ആലോചന പോലും വരുന്നില്ല. അദ്ദേഹം ചിലപ്പോൾ എവിടേക്കെങ്കിലും പോകുന്ന വഴിക്കായിരിക്കും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവുക. പോയ പോക്കിന് തിരിച്ചു നടക്കും ഗുരുവായൂർക്ക്. പോയി നടയുടെ മുമ്പിൽ പോയിട്ട് നിന്നിട്ട് പറയത്രേ, കണ്ണാ പാവം, എത്ര നാളായി അവിടെ നിന്ന് കരയണം, ഞാൻ തന്നെ കാണുന്നു. ഞാൻ അപ്പൊ ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയണേ, ഒന്ന് നടത്തി കൊടുത്തൂടെ, നന്നായിട്ട്, നല്ല കുട്ടിയല്ലേ, നടത്തി കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ അവിടെ നിന്ന് പോരും. പിന്നെ പോകുമ്പോൾ ഇയാൾ ഇരുന്ന് കരയുന്നത് കാണും. എന്തേ, ഒന്നും വഴി ഉണ്ടായില്ലേ, ശരിയായില്ലേ? ഇല്ല, ശരിയായില്ല തിരുമേനി, ഇപ്പോഴും അതേ അവസ്ഥ തന്നെ. വീണ്ടും ഗുരുവായൂർക്ക് പോവും, ഗുരുവായൂരപ്പനടുത്ത് പോവും. കൃഷ്ണ, നല്ല ഭാഷയിൽ ഞാൻ പറഞ്ഞു, അയാൾക്കത് നടത്തി കൊടുക്കണം എന്ന് ഞാനാണ് പറഞ്ഞത്. ഞാൻ അയാളോട് ഏറ്റിട്ടാണ് വന്നിരിക്കുന്നത്. നടത്തി കൊടുക്കണം. തിരിച്ചു നടക്കും. 2 ദിവസം കഴിഞ്ഞ് ഇയാളിരുന്ന് കരയും. വീണ്ടും പോവും. നടന്നില്ലേ? നടന്നില്ല. ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോവില്ല. പിന്നെ തെറ്റി നടക്കും ഗുരുവായൂരപ്പനോട്, പിണങ്ങി നടക്കും ഗുരുവായൂരപ്പനോട്, മിണ്ടില്ല, ശ്രീലകത്തേക്ക് നോക്കില്ല. ഇയാൾ ഓടി വന്ന് പറയും, നടന്നു വിട്ടോ കല്യാണം. അപ്പ പോവും ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക്. ഇങ്ങനെ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്ന് എനിക്കറിയാം എന്ന് പറയത്രേ. നോക്കൂ, അതാണ് നിങ്ങൾക്ക് വേണ്ടി, നമ്മൾ അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തല്ലുകൂടി ആവശ്യങ്ങൾ നേടിയെടുത്ത് കൊടുക്കുന്ന ആചാര്യന്മാർ നമുക്കുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുടെ മഹത്വം. നമുക്കൊക്കെ ഒരു പുഷ്പാഞ്ജലി കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കും. ഉണ്ടായി ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അവിടെ ഗുരുവായൂരപ്പൻ്റെ നിന്ന് പിടിച്ചു വാങ്ങി കൊടുക്കും. 12,000 രൂപ മാസം ഇല്ലത്തുനിന്ന് കിട്ടുന്നത് ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടി ചെലവാക്കുന്ന അദ്ദേഹം 10 പൈസ ചിലപ്പോൾ കയ്യിലുണ്ടാവില്ല. ഒരാൾ വന്ന് സങ്കടം പറയും, ഭഗവാനെ ഇന്ന കാര്യമുണ്ട്, ഇന്നൊരു പരിപാടിയുണ്ട് വീട്ടില്, 10ന്റെ പൈസ എടുക്കാനില്ല, എന്തെങ്കിലും വകുപ്പുണ്ടാവോ? കൂടലൂര് എവിടെയെങ്കിലും നിന്ന് കേൾക്കുണ്ടാവും. ഓടി വരും. ഗുരുവായൂരപ്പന്റെ തൃപ്പടി ഇരിക്കുന്ന പൈസ മുഴുവൻ എടുത്തിട്ട് കൊടുക്കും. നടത്തോ, ഒരാളും ചോദിക്കില്ല. ഗുരുവായൂരപ്പന്റെ തൃപ്പടിയിൽ ആൾക്കാർ വെച്ച പൈസ എടുത്തിട്ട് എന്നാ കൊണ്ടോയിക്കോ, ഇത് ഇനി വേണം, വേണ്ട, മതി, ശരി പൊക്കോ, എന്നത് ബാക്കിയുള്ള ആൾക്കാർ വരുമ്പോൾ എടുത്തോട്ടെ, മാറ്റി വയ്ക്കും. എന്തുകൊണ്ട് ഇത് എടുത്ത് കൊടുക്കുന്നു? ഞാനും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ബന്ധം, അത് മതി. ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാന്ന് പറയുന്നു കൂടലൂര്. ആരാണ് ഈ ഭാഗവത സപ്താഹം എന്ന് പറയുന്ന, ഇന്ന് കാണുന്ന രീതിയിൽ ഈ ഭാഗവതത്തിന്റെ സപ്താഹ യജ്ഞത്തെ ഈ സ്ട്രക്ചറൈസ് ചെയ്തത്? ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് കേട്ടോ. രാവിലെ ഇന്ന സമയത്ത് സഹസ്രനാമം, ഇത്ര സമയം പാരായണം, ഇത്ര സമയം പ്രഭാഷണം, ഈ സമയത്ത് ഭക്ഷണം, ആ ഭക്ഷണത്തിന് മുമ്പ് ചിലപ്പോൾ കീർത്തനം, അത് കഴിഞ്ഞ് പാരായണം, പ്രഭാഷണം, ദീപാരാധന, ഇങ്ങനൊരു ക്രമം ഉണ്ടാക്കിയൊരു മനുഷ്യനുണ്ട്, ഒരു മഹാത്മാവ്.
അദ്ദേഹം ഉണ്ടാക്കി തന്ന മണ്ണിൽ ചവിട്ടി നിന്നിട്ടാണ് നമ്മൾ ഇന്ന് ഭാഗവതം കേൾക്കുന്നത്. ആരാത്? അദ്ദേഹത്തിന്റെ പേര് വള്ളിയൂരല്ല. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ പറയുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ മനസ്സിൽ ആ പേര് വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ പേര് കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ എന്നാണ്. കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാനാണ് ഇന്ന് കാണുന്ന ഭാഗവത സപ്താഹം ഉണ്ടാക്കിയത്. ആ ഗുരുവായൂർ അമ്പലത്തിന്റെ കൂത്തമ്പലത്തിൽ ഇരുന്ന് ആ മനുഷ്യൻ ഇങ്ങനെ വായിച്ച് 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 ഉണ്ടാക്കിയതാണ് സപ്താഹം. അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൊല്ലങ്കോട് ഗോപാലൻ നായർ എന്ന് വിളിക്കുന്ന പണ്ഡിറ്റ് പി ഗോപാലൻ നായർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ഭാഗവത പുസ്തകം വാങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം വളരെയധികം പ്രസിദ്ധമാണ്. ഗുരുവായൂർ ദേവസ്വം 8 വോളിയായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ പുസ്തകം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബ്രാഹ്മണൻ അല്ലാതെ ഒരാൾ സപ്താഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമേ ഉള്ളൂ. കൂത്തമ്പലത്തിൽ അദ്ദേഹത്തിന് പ്രകാശനമില്ല. അതിനകത്തിരുന്ന് സപ്താഹം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ആ അയ്യപ്പസ്വാമിയുടെ നടയുടെ മുമ്പിൽ പോയിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഭാഗവതം വായിക്കാൻ തുടങ്ങി. പക്ഷെ എന്ത് പറ്റി? ഓരോ ദിവസവും കേൾക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടി. ആൾക്കാർക്ക് വഴി നടക്കാൻ പറ്റാണ്ടായി. കാരണം ഭാഗവതം കേൾക്കാൻ അത്രയും ആൾക്കാർ കൂടി. ദേവസ്വത്തിന് പ്രത്യേക സ്ഥലം കൊടുക്കേണ്ടി വന്നു. ഇവിടെ എന്ന് നടത്തിക്കോളൂ. ആ ഗുരുവായൂരപ്പൻ എത്തിച്ചു അദ്ദേഹത്തെ അവിടെ. അദ്ദേഹത്തെ കൊണ്ട് ഈ ഭാഗവതത്തിന് വ്യാഖ്യാനം ഗംഭീരമായിട്ട് എഴുതിപ്പിക്കുകയും ചെയ്തു. ഇനി വാഴകുന്നം വാസുദേവൻ നമ്പൂതിരിപ്പാട്, ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്, വള്ളിയൂര്, ഇവരുടെയൊക്കെ വലിയൊരു പാരമ്പര്യമുണ്ട്. ഇത് തുടങ്ങുന്നത് കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാനല്ല. ഇപ്പൊ ഇവിടെ നേരത്തെ ശ്രീധരൻ പറഞ്ഞല്ലോ, ഒക്കെ പ്രായമായാലാ തുടങ്ങുക ഭാഗവതം. ആയിക്കോട്ടെ, ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞു, നീ ഭാഗവതം എടുക്കാം എന്നാണ്. അദ്ദേഹം അങ്ങനെ വന്ന ആളായിരുന്നില്ല. ഏറ്റവും അധികം പണം ജന്മിത്തുള്ള ഒരു തറവാട്ടിൽ നിന്നാണ് ഒക്കെ വേണ്ടെന്ന് വെച്ച് ഗുരുവായൂർ വന്ന് ഭാഗവതം വായിക്കാൻ തുടങ്ങിയത്. എത്രയോ കാലം മുമ്പ്, പൂന്താനൊക്കെ കഴിഞ്ഞത് ആഞ്ഞത്തിന് മുമ്പ്, വാഴകുന്നത്തിന് മുമ്പ്, പണ്ഡിറ്റിന് മുമ്പ്. അക്കാലത്ത് അദ്ദേഹത്തിന് 12,000 രൂപ അദ്ദേഹത്തിന്റെ ഇല്ലത്തുനിന്ന് അയച്ചു കൊടുക്കുന്നത് എല്ലാ മാസവും. 12,000 രൂപ ഏത് കാലത്ത്? 1 രൂപ എടുക്കാതെ അത് അവിടുത്തെ അന്നദാനത്തിനും ആധ്യാത്മിക സദസ്സുകൾക്കും വേണ്ടി ചെലവാക്കിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ. ഇന്ന് നമ്മൾ കാണുന്ന സപ്താഹത്തിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിന്റെ സപ്താഹത്തിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇപ്പോൾ ഇവിടെ ഞാൻ പ്രഭാഷണം നടത്താൻ വന്നപ്പോൾ എന്നെ കുറിച്ച് ഇങ്ങനെ കുറെ പറഞ്ഞു. സന്തോഷം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. ഞാൻ പോയി പ്രഭാഷണം നടത്തുന്ന ആൾക്കാർക്ക് കുറച്ചേറെ കേൾക്കുമ്പോൾ ഗുരുവായൂരപ്പനെ കുറച്ചൊക്കെ ആലോചിക്കാൻ പറ്റി. സന്തോഷം, എനിക്കും സന്തോഷം, അവർക്കും സന്തോഷം. ഇത് വളരെ മനോഹരമായിട്ട് ഭാഗവതാചാര്യനായിട്ട് നിങ്ങൾക്ക് ശ്രീധരേട്ടനെ കിട്ടിയിരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് ഭാഗവതം പറയുന്നത് അല്ലേ? അപ്പൊ ആ ഓരോ കീർത്തനങ്ങൾ പാടുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആ ഉണ്ണി ഇങ്ങനെ കൊണ്ടുവന്ന് തരികയാണ് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തെ പോലുള്ള മഹാത്മാക്കൾ. പക്ഷെ കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാന്റെ സപ്താഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ? ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇപ്പൊ ഞാൻ പ്രഭാഷണം നടത്താം, എന്റെ എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഗുരുവായൂരപ്പനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, കവിക്കാടിരിക്കുന്ന ഭഗവാനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആലോചനയിലൂടെ ഭഗവാൻ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്നുണ്ട്, ആണല്ലോ. കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാന്റെ സപ്താഹത്തിന് പോയ പ്രിയപ്പെട്ടവരെ, ഗുരുവായൂരപ്പനെ കാണായിരുന്നു. അതാണ് പ്രത്യേകത. ഗുരുവായൂരപ്പൻ ഇങ്ങനെ നേരിട്ട് വന്നിരിക്കത്ര മുമ്പിൽ ഇങ്ങനെ വായിക്കും ഭാഗവതം. പെട്ടെന്ന് മുകളിലേക്ക് നോക്കി ഹരേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ ഒറ്റ കിടത്താത്രേ ആ കൂത്തമ്പലത്തിൽ. അവിടേക്ക് നോക്കുന്ന സുഹൃതികളായിട്ടുള്ള ആളുകൾക്ക് ചിലർക്കൊരു മയിൽപ്പീലിയായിട്ട്, ചിലർക്കൊരു മഞ്ഞപ്പട്ടായിട്ട്, ചിലർക്കൊരു കായാമ്പൂ നിറമുള്ള ഒരു ഉണ്ണിയായിട്ട് ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. അദ്ദേഹം വായിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ ശ്രോതാവായിട്ട് ഇങ്ങനെ മുന്നിൽ വന്നിരുന്നിരുന്നു എന്നാണ്. ഓർത്തു നോക്കൂ അദ്ദേഹത്തിന്റെ മഹത്വം. അദ്ദേഹമാണ് ഈ സപ്താഹം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉണ്ടാക്കി തന്നത്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കാതെ നമ്മൾ എത്ര സപ്താഹം കേട്ട് എന്താ കാര്യം? ആ മനുഷ്യനാണ് ഈ ഭാഗവതത്തിനെ ഇങ്ങനെ ഉയർത്തി വള്ളിയൂർ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ ഉണ്ടാക്കിയെടുത്ത മണ്ണാണ് ഭാഗവതത്തിന്റെ മണ്ണ്. ഞങ്ങളെ പാലക്കാട് നിന്ന് ഒരു കുട്ടി, അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് വലിയ പ്രയാസമായിരുന്നു ഇങ്ങനെ നിൽക്കാൻ. കുറേ കാലം ഇങ്ങനെ പോകുന്ന സമയത്തും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ ആ കുട്ടി വെങ്കിടാചലപതി എന്ന് കാണാണ് ആ കുട്ടിയുടെ പേര്. അദ്ദേഹം ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂർ പോയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ ജോലിക്ക് നിന്നു. ഇപ്പോഴൊന്നും കേട്ടോ, അദ്ദേഹത്തിന്റെ കാര്യത്തെ ഞാൻ പറഞ്ഞു.
ഇപ്പോഴും ഹോട്ടലിൽ ജോലി, അതിന് കിട്ടുന്ന പൈസ, ഗുരുവായൂർ അമ്പലത്തിന്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ ആ ഗുരുവായൂർ ശ്രീലകത്തേക്കൊന്നും നോക്കി തൊഴില്ല. ഒരിക്കൽ ഈ അമ്പലത്തിന്റെ മുമ്പ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കാതിലേക്ക് ഇങ്ങനെ വന്നു പോകുന്നതായിട്ട് തോന്നിയിത്രേ. നല്ല മനോഹരമായിട്ടുള്ള ശബ്ദം, ഒരു കീർത്തനം. കയ്യിലുണ്ടായിരുന്ന കുടവും പാത്രമൊക്കെ താഴെ വെച്ചിട്ട് എവിടെന്നാ വരണേ എന്ന് വിചാരിച്ച് അങ്ങനെ പോയി എന്നാണ്. ചെന്ന് അവസാനിച്ചത് കൂത്തമ്പലത്ത് കുടലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ ഭാഗവതം വായിക്കുന്നതിന് മുമ്പിലാണ്. ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അർത്ഥമൊന്നും അറിയില്ല, സംസ്കൃതമാണ്, ഒന്നും അറിയില്ല, ഇങ്ങനെ കേൾക്കുക. കേട്ടോണ്ടിരുന്നപ്പോഴാണ് അത്ര ഓർമ്മ വന്നത്, അയ്യോ പാത്രം പുറത്താണല്ലോ. ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ മുതലാളിക്ക് ഇന്ന് വൈകുന്നേരം കണക്ക് കൊടുക്കേണ്ടി വരും. കിട്ടണ 2 അണയും കിട്ടില്ല. പാത്രം എടുത്തിട്ട് വരാന്ന് പെട്ടെന്ന് ബോധോദയം ഉണ്ടായിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മണിയടി കേട്ടു എന്നാണ്. മണിയടി കേട്ട ദിക്കിലേക്ക് തിരിഞ്ഞു നോക്കി. ശ്രീലകത്ത് ഭഗവാന്റെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന സമയാത്രേ. ഒറ്റ തവണയെ നോക്കിയുള്ളൂ. അതോടുകൂടി ആ കുട്ടി ഗുരുവായൂരപ്പന്റെ പരമഭക്തനായി എന്നാണ്. പിന്നെ ഭഗവാന്റെ കൂടെ ആയിരുന്നു അത്ര ജീവിതം. അങ്ങനെ എത്രയോ നാളുകൾ നിരീശ്വരവാദിയായി നടന്ന്, ഗുരുവായൂരപ്പനൊന്നുമില്ല, ഗുരുവായൂരപ്പൻ വെറും കല്ല് എന്ന് പറഞ്ഞ് നടന്നൊരു മനുഷ്യൻ ഭാഗവതത്തിലൂടെ, ശ്രവണത്തിലൂടെ ഭഗവാന്റെ പരമഭക്തനായി മാറിയെന്നാണ്. ആ മനുഷ്യൻ ഒരു ദിവസം ഇങ്ങനെ ഭാഗവതം കുടലൂർ വായിക്കുന്നത് കേട്ട് 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 ഒരു നിമിഷത്തിൽ അങ്ങനെ കൂത്തമ്പലത്തിൽ നിന്ന് എഴുന്നേറ്റ്, ഇന്നത്തെ ഗുരുവായൂരെന്നല്ല, തിരക്കൊന്നുമില്ല, ആ ബലിക്കലിന്റെ മുമ്പ് കൂടെ നേരിട്ട് കയറി ചെല്ലാം. അങ്ങനെ കയറി ചെന്നു. ശ്രീകോവിലിന്റെ മുമ്പിൽ പോയിട്ട് ഗുരുവായൂരപ്പനെ കുറെ നേരം നോക്കിയിരുന്നു. ഒറ്റ കിടത്തം നമസ്കരിച്ചു. എത്രയോ ആളുകൾ ഇങ്ങനെ തട്ടിത്തടഞ്ഞ് അദ്ദേഹത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ആരും വിളിച്ചൊന്നുമില്ല. അദ്ദേഹം നമസ്കരിച്ച് ഇങ്ങനെ കിടക്കന്നെ. കുറെ സമയം കഴിഞ്ഞിട്ട് എഴുന്നേറ്റില്ല. വിളിച്ചു നോക്കിയപ്പോൾ ആളനക്കല്യാണാണ്. അങ്ങനെ ഭഗവാൻ ലയിച്ചു അദ്ദേഹം. അങ്ങനെയുള്ള മഹാത്മാക്കളായിട്ടുള്ള ഭക്തരെ ഉണ്ടാക്കിയെടുത്ത കുടലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തെ പോലെയൊക്കെയുള്ളത്, ശ്രീധരേട്ടനെ പോലുള്ള ആചാര്യന്മാര് നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ പോലുള്ള പ്രഭാഷകരെ കിട്ടണമെന്നൊന്നുമല്ല, ഇദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ആചാര്യന്മാരെ നമുക്ക് കിട്ടണേ ഭഗവാനെ. കുടലൂർ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ ഇരുന്ന് ഇങ്ങനെ കരയുണ്ട്. ഇത്ര ആര് കരഞ്ഞാലും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കും കുടലൂര്. എന്താ പറ്റി? മോൾക്ക് 30 വയസ്സായി തിരുമേനി. അദ്ദേഹത്തിന് ഈ ജാതി മതം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും പോയി വർത്താനം പറയും. തീണ്ടലും തൊടിയിലൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയോ, ഞാൻ പറഞ്ഞില്ല, എത്രയോ പാട്ടം കിട്ടുന്ന വലിയ ജന്മിയാണ്, നമ്പൂതിരിയാണ്. എന്നാലും ആര് കരയണ് കണ്ടാലും അവരുടെ അടുത്ത് പോയിട്ട് എന്താ പറ്റി? തിരുമേനി 30 വയസ്സായി മോൾക്ക്, ഒരു ആലോചന പോലും വരുന്നില്ല. അദ്ദേഹം ചിലപ്പോൾ എവിടേക്കെങ്കിലും പോകുന്ന വഴിക്കായിരിക്കും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവുക. പോയ പോക്കിന് തിരിച്ചു നടക്കും ഗുരുവായൂർക്ക്. പോയി നടയുടെ മുമ്പിൽ പോയിട്ട് നിന്നിട്ട് പറയത്രേ, കണ്ണാ പാവം, എത്ര നാളായി അവിടെ നിന്ന് കരയണം, ഞാൻ തന്നെ കാണുന്നു. ഞാൻ അപ്പൊ ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയണേ, ഒന്ന് നടത്തി കൊടുത്തൂടെ, നന്നായിട്ട്, നല്ല കുട്ടിയല്ലേ, നടത്തി കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ അവിടെ നിന്ന് പോരും. പിന്നെ പോകുമ്പോൾ ഇയാൾ ഇരുന്ന് കരയുന്നത് കാണും. എന്തേ, ഒന്നും വഴി ഉണ്ടായില്ലേ, ശരിയായില്ലേ? ഇല്ല, ശരിയായില്ല തിരുമേനി, ഇപ്പോഴും അതേ അവസ്ഥ തന്നെ. വീണ്ടും ഗുരുവായൂർക്ക് പോവും, ഗുരുവായൂരപ്പനടുത്ത് പോവും. കൃഷ്ണ, നല്ല ഭാഷയിൽ ഞാൻ പറഞ്ഞു, അയാൾക്കത് നടത്തി കൊടുക്കണം എന്ന് ഞാനാണ് പറഞ്ഞത്. ഞാൻ അയാളോട് ഏറ്റിട്ടാണ് വന്നിരിക്കുന്നത്. നടത്തി കൊടുക്കണം. തിരിച്ചു നടക്കും. 2 ദിവസം കഴിഞ്ഞ് ഇയാളിരുന്ന് കരയും. വീണ്ടും പോവും. നടന്നില്ലേ? നടന്നില്ല. ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോവില്ല. പിന്നെ തെറ്റി നടക്കും ഗുരുവായൂരപ്പനോട്, പിണങ്ങി നടക്കും ഗുരുവായൂരപ്പനോട്, മിണ്ടില്ല, ശ്രീലകത്തേക്ക് നോക്കില്ല. ഇയാൾ ഓടി വന്ന് പറയും, നടന്നു വിട്ടോ കല്യാണം. അപ്പ പോവും ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക്. ഇങ്ങനെ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്ന് എനിക്കറിയാം എന്ന് പറയത്രേ. നോക്കൂ, അതാണ് നിങ്ങൾക്ക് വേണ്ടി, നമ്മൾ അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തല്ലുകൂടി ആവശ്യങ്ങൾ നേടിയെടുത്ത് കൊടുക്കുന്ന ആചാര്യന്മാർ നമുക്കുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുടെ മഹത്വം. നമുക്കൊക്കെ ഒരു പുഷ്പാഞ്ജലി കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കും. ഉണ്ടായി ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അവിടെ ഗുരുവായൂരപ്പൻ്റെ നിന്ന് പിടിച്ചു വാങ്ങി കൊടുക്കും. 12,000 രൂപ മാസം ഇല്ലത്തുനിന്ന് കിട്ടുന്നത് ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടി ചെലവാക്കുന്ന അദ്ദേഹം 10 പൈസ ചിലപ്പോൾ കയ്യിലുണ്ടാവില്ല. ഒരാൾ വന്ന് സങ്കടം പറയും, ഭഗവാനെ ഇന്ന കാര്യമുണ്ട്, ഇന്നൊരു പരിപാടിയുണ്ട് വീട്ടില്, 10ന്റെ പൈസ എടുക്കാനില്ല, എന്തെങ്കിലും വകുപ്പുണ്ടാവോ? കൂടലൂര് എവിടെയെങ്കിലും നിന്ന് കേൾക്കുണ്ടാവും. ഓടി വരും. ഗുരുവായൂരപ്പന്റെ തൃപ്പടി ഇരിക്കുന്ന പൈസ മുഴുവൻ എടുത്തിട്ട് കൊടുക്കും. നടത്തോ, ഒരാളും ചോദിക്കില്ല. ഗുരുവായൂരപ്പന്റെ തൃപ്പടിയിൽ ആൾക്കാർ വെച്ച പൈസ എടുത്തിട്ട് കൊണ്ടുപോയിക്കോ, ഇത് ഇനി വേണം, വേണ്ട, മതി,
ശരി പൊക്കോ, എന്നത് ബാക്കിയുള്ള ആൾക്കാർ വരുമ്പോൾ എടുത്തോട്ടെ, മാറ്റി വയ്ക്കും. അദ്ദേഹത്തെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ എടുത്തുയർത്തി കൊണ്ടു നടന്നിട്ടുണ്ട് എത്രയോ വർഷം. അദ്ദേഹത്തിന്റെ ആയുഷ്കാലം വരെ. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ച സമയത്ത് അദ്ദേഹം ഈ അടിയന്തര സദ്യക്കായിട്ട് അദ്ദേഹത്തിന്റെ ഇല്ലത്തേക്ക് പോയി ഇത്രേ. ആ സമയത്ത് അവിടെ സർവാണി സദ്യയായിട്ട് അടിയന്തരം ഘോഷായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോ ഈ സദ്യയുടെ കണക്കെടുക്കാൻ ആൾക്കാർ വന്നിട്ട് ചോദിച്ചു, എത്ര പറ വെക്കണം? കുടലൂര് പറഞ്ഞു 250 പറ മതി. 250 പറ, അതന്നെ എത്ര ചോറാക്കി നിങ്ങൾക്ക് അറിയാം. 250 പറ മതി. അപ്പൊ ഒപ്പുണ്ടായിരുന്ന അപ്പൻ തിരുമേനി അരിയൻ തിരുമേനിക്ക് വന്ന് പറഞ്ഞു, അത്രേ എന്താ കൂടല്ലൂരെ പറയണത്? ഒളപ്പമണ്ണ മനയിൽ 3000, ദേശക്കാട്ട് മനയിൽ 2500. അവരെക്കാട്ടിലൊക്കെ പ്രതാപികളായിട്ടുള്ള നമ്മുടെ പരിപാടിക്ക് എത്ര ആൾക്കാർ വരിച്ചിട്ടാണ്? ഈ 250 പറ കൊണ്ട് എന്താവാന? അവസാനം തികയാതെ മാനം പോകട്ടോ എന്ന് പറഞ്ഞത്രേ. കൂടലൂര് പറഞ്ഞത്രേ, എന്റെ ഗുരുവായൂരപ്പന്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മി, ഐശ്വര്യം, വിഭവങ്ങൾ അത് പാഴാക്കി കളയാനുള്ളതല്ല. ഒരു തരി ചോറ് അധികം വേണ്ടിവരില്ല എന്ന് പറഞ്ഞു. 250 പറ ഇങ്ങോട്ട് വെച്ചു അത്രേ. പല ആൾക്കാരും വിട്ടുനിന്നു, കാരണം നാണം കെടാൻ വയ്യാന്ന് വിചാരിച്ചിട്ട്. ആൾക്കാർ വരുമ്പോ ചോറില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പല കുടുംബക്കാരും മാറി നിന്നു അടിയന്തരത്തിന് വരാതെ. 250 പറ നെല്ലുകൊണ്ട് ചോറ് വെച്ചു കൂടല്ലൂര്. 2 വലിയ പനമ്പായ കൊണ്ടുവരാൻ പറഞ്ഞു അത്രേ. ആ പനമ്പായെല്ലാം ഇങ്ങോട്ട് ഈ വേവിച്ച് വാർത്ത ചോറ് കൂനയായിട്ടിട്ടു. കൂനയായിട്ടു. ഏതാണ്ട് പഴിയൊക്കെ കഴിയുമെന്ന് പറഞ്ഞപ്പോ തിരുമേനി ഈ ചോറ് വെച്ചതിന്റെ അടുത്തേക്ക് വന്നിട്ട് അതിനെ നോക്കിയിട്ട് നമസ്കരിച്ചു അത്രേ. കുറച്ച് ശംഖില് വെള്ളം എടുത്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞത്രേ, ഗുരുവായൂരപ്പ എന്റെ മാനം കാത്തോളണേ എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ചട്ടുകണ്ടായിരുന്നു എന്നാണ്. ആ ചട്ടുകെടുത്ത് അതിലാണ്ട് കുത്തി അങ്ങോട്ട് വെച്ചു അത്രേ. എന്നാണ് നമസ്കരിച്ചു. ആ ഗോവർദ്ധന പർവ്വതമായിട്ട് കണ്ടുകൊണ്ട് ആ ചോറിന്റെ കൂമ്പാരത്തിനെ അദ്ദേഹം അങ്ങോട്ട് നമസ്കരിച്ചു എന്നാണ്. നമസ്കരിച്ച് എഴുന്നേറ്റ് ഇനി വിളമ്പാം എന്നാണ് തന്നെ പറഞ്ഞത്. എത്ര കണ്ട ആളുകൾ വന്നുപോയി എന്ന് ആ നാട്ടുകാർക്കും അവിടുത്തെ വീട്ടുകാർക്കും ഒന്നും ഒരു നിശ്ചയമില്ല പ്രിയപ്പെട്ടവരെ. കൂടല്ലൂര് ചട്ടുകം കുത്തിവെച്ചതിന്റെ അപ്പുറത്തേക്ക് ചോറെടുക്കേണ്ടി വന്നില്ല എന്നാണ്. ഗുരുവായൂരപ്പൻ കൊണ്ടുവന്ന് കൊടുത്തു അത്ര ചോറ്. ഒരു ഭാഗം മാത്രം തീർന്നുകൊണ്ട് പോവുക. തീർന്നാ പിന്നെ അവിടെ ചോറ് വരിക. ഈ ചട്ടുകം കുത്തിവെച്ചതിന്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ എടുക്കുക. ഇത് എടുത്തിട്ടും തീർന്നില്ല. അങ്ങനെ ഗുരുവായൂരപ്പൻ കൊണ്ടു നടന്നൊരു മനുഷ്യൻ. എപ്പോഴും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലും കൂടെ അദ്ദേഹം ദർശനം നടത്തിയിരുന്നതാണ്. ഒരിക്കൽ ഒരു രാത്രിയിൽ ഗുരുവായൂർക്ക് വരാൻ വേണ്ടി വണ്ടി കാത്തു നിൽക്കുക. ഏതെങ്കിലും കാളവണ്ടി കുതിരവണ്ടിയൊക്കെ കിട്ടിയിട്ട് വേണം. ആ വണ്ടി കാത്തു നിൽക്കുന്ന തിരുമേനിയുടെ മുമ്പിലേക്ക് ഒരു കാളവണ്ടിക്കാരൻ വന്നു തുടങ്ങി. കുറെ വണ്ടിയൊന്നും നിർത്തിയില്ല അദ്ദേഹത്തെ കണ്ടിട്ട്. ഈ രാത്രി ആരായി നിൽക്കുന്നത് കണ്ടിട്ടൊന്നും ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യാതെ പോയി. ഒരു കാളവണ്ടിക്കാരൻ മാത്രം പാവം അയാൾ നിർത്തി കൊടുത്തു. എങ്ങട്ടാ തിരുമേനി? ഗുരുവായൂർക്കാണ്, കയറിക്കോളൂ, ഞാൻ ആ വഴിക്ക് തന്നെയാണ്. അദ്ദേഹം ഈ കാളവണ്ടിയിൽ കയറി രാത്രി സഞ്ചാരം ആയതുകൊണ്ട് 2 പേർക്കും വേണ്ടിയിട്ട് കഥ പറയാൻ തുടങ്ങിയതാണ് ഭഗവാന്റെ ഭാഗവത്തിലെ കഥകൾ. തപ്പ ശ്രീധരേട്ടനെ നിൽക്കങ്ങനെ ഗംഭീരമായിട്ട് പറഞ്ഞു തരുന്നത് പോലെ കൂടല്ലൂർ കാളവണ്ടിക്കാരനും ഒപ്പം ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരനും വേണ്ടിയിട്ട് കഥ ഇങ്ങനെ പറയാം. അപ്പൊ 2 പേരും കരഞ്ഞോണ്ട് അത്ര പറയണേ. ഭഗവാന്റെ കഥ പറഞ്ഞ് ആ ആനന്ദം മനസ്സിലേക്ക് പറഞ്ഞ് കാളവണ്ടിക്കാരൻ ഒരു ഭാഗത്ത് കരയണു, കൂടല്ലൂർ തിരുമേനി ഒരു ഭാഗത്ത് കരയണു. കാളകൾക്ക് ഗുരുവായൂർക്കുള്ള വഴി നിശ്ചയം ഉണ്ടായതുകൊണ്ട് അവര് നന്നായിട്ട് പോയി. ഏതാണ്ട് മമ്മിയൂർ ക്ഷേത്രത്തിന്റെ അവിടെ എത്തിയ സമയത്ത് ഇയാൾ ഏകദേശം എത്താറായി എന്ന് മനസ്സിലാക്കിയ കൂടല്ലൂര് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഭാവിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് പൈസ കൊടുക്കണമല്ലോ. മടി തപ്പി, പണക്കിഴി കാണാനില്ല. അതെവിടെ വീണുപോയി. പരിഭ്രമായി സഞ്ചിയിൽ നോക്കി, എല്ലായിടത്തും നോക്കി, എവിടെയും കാണാനില്ല. വണ്ടി നിർത്തി ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ ഏതാണ്ട് കുറച്ച് ദൂരം കിഴക്കേ ഗോപുരത്തിന്റെ അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ നിർത്തി. തിരുമേനി ഇറങ്ങിക്കോളെന്ന് പറഞ്ഞ ഉടനെ ഇദ്ദേഹം ചാടി ഇറങ്ങി ഈ കാളവണ്ടിക്കാരന്റെ കാലിലൊക്കെ വീണു. ഹരേ നാരായണ, ഗുരുവായൂരപ്പ ക്ഷമിക്കണം, ഞാൻ പറ്റിച്ചതല്ല, ഞാൻ വഞ്ചിച്ചതല്ല, എന്റെ പണക്കിഴി എവിടെ വീണു പോയതാണ്, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ദേഷ്യം തോന്നരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. ഈ കാളവണ്ടിക്കാരൻ അത്ര കണ്ട് സുഹൃത്തിയായിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. അദ്ദേഹം നമസ്കരിച്ചു തിരുമേനി. എന്തിനാ തിരുമേനി എന്നോട് ഇങ്ങനെ ചെയ്യണേ? എനിക്ക് പണമൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല,
എന്നാലും തിരുമേനി ഇദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്യുന്നു, ഇദ്ദേഹത്തിന് വേണ്ടി നാമം ചൊല്ലുന്നു, എന്തൊക്കെ ചെയ്തെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയം ഉണ്ടായിരുന്നില്ല കൂടല്ലൂരിന്. ആ കൂടല്ലൂർ തമ്പുരാന്റെ മുഖത്ത് നോക്കിയിട്ട് കാളവണ്ടിക്കാരൻ പറഞ്ഞത്രേ, അങ്ങ് എന്റെ വണ്ടിയിൽ എന്റെ കൂടെ ഇരുന്നില്ലേ, എനിക്കത് മതി. തിരുമേനിക്ക് ഏതാണ്ട് ഇദ്ദേഹം കൺവിൻസ്ഡ് ആയി എന്ന് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞത്രേ, ഞാൻ ഒരിക്കലും പറ്റിക്കില്ല കേട്ടോ, ഇല്ലത്തുനിന്ന് പൈസ കിട്ടിയാ ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. എവിടെ നിങ്ങളുടെ വീട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, വിശേഷങ്ങളൊക്കെ പറയൂ. അദ്ദേഹം പറഞ്ഞത്ര, എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, എന്റെ തറവാട്ട് പേര് തമ്പ്രാൻ പടിക്കൽ എന്നാണ്, ഗുരുവായൂരടുത്ത്. തമ്പ്രാൻ പടിക്കൽ ചോയൂട്ടി എന്നാണ് എന്റെ പേര്. എനിക്ക് 8 മക്കളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാള വണ്ടി ഓടിച്ച് നടക്കുന്നത്. എന്റെ ബാക്കിയുള്ള കുറച്ച് മക്കളൊക്കെ തെങ്ങ് കയറാനൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ ഈഴവ സമുദായാംഗങ്ങളാണ്. ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ അടുത്തൊന്നും വന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഇല്ല. പക്ഷെ തിരുമേനി എന്റെ വണ്ടി കയറി ഞങ്ങൾക്ക് ഗുരുവായൂരപ്പന്റെ കഥകൾ പറഞ്ഞില്ലേ, അങ്ങയുടെ സപ്താഹത്തെ കുറിച്ച്, അങ്ങയുടെ പ്രഭാഷണത്തെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ഗുരുവായൂരപ്പൻ അങ്ങേ എന്റെ വണ്ടി കയറ്റിയില്ലേ, എനിക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്താൽ മതി തിരുമേനി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞത്രേ. കൂടല്ലൂരിനടുത്ത് കൂടല്ലൂര് നമസ്കരിച്ചിട്ട് അങ്ങനെ പോയി ഗുരുവായൂർക്ക്. നിർമ്മാല്യത്തിന് ഭഗവാന്റെ നട തുറന്ന സമയം. ഗുരുവായൂരപ്പൻ ഇങ്ങനെ നിൽക്കുക ചെറുബാഹുവായിട്ട്. ഗുരുവായൂരപ്പനോട് പറഞ്ഞത്രേ, എന്നെ പൈസ ഇല്ലാഞ്ഞിട്ടും ഇതുവരെ വഴി നടത്തിക്കാതെ എത്തിച്ചവനാ, അവനും അവന്റെ കുടുംബത്തിനും വേണ്ടത് കൊടുത്തോളണം. കൂടല്ലൂരിന്റെ സ്വഭാവ ഗുരുവായൂരപ്പനോട് ചോദിച്ചു വാങ്ങിക്കൊടുക്കും. അദ്ദേഹത്തിന്റെ തറവാട്ട് പേര് ഞാൻ പറഞ്ഞു, തമ്പുരാൻ പടിക്കൽ എന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തറവാട്ട് പേര് കേട്ട് പരിചയമുണ്ടോ? ആർക്കെങ്കിലും? ഇന്നും ഗുരുവായൂരുണ്ട് ഈ തറവാട്, ഞാൻ വെറുതെ പറയുന്നതല്ല. തമ്പുരാൻ പടിക്കൽ എന്ന് പറയുന്ന ഈ വീട്ടുപേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറയാം. ഒരിക്കലൊരു ഗുരുവായൂർ അടുത്തൊരു ഇല്ലത്ത് ദേഹണ്ണത്തിന് പോയി ഇത്ര ഗുരുവായൂരത്തെ കീഴ്ശാന്തിമാര്. പണി കൂടുതലായിട്ട് സമയത്തിന് പണി കഴിയില്ലേ എന്ന് തോന്നിയ സമയത്ത് ഭഗവാൻ ഒരു ഉണ്ണി നമ്പൂതിരിയുടെ വേഷത്തിൽ സ്വയം വന്ന് അവരെ സഹായിച്ചു എന്നാണ്. സഹായിച്ച് പണിയൊക്കെ തീർത്ത് ഭഗവാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഭഗവാൻ ഭയങ്കരമായിട്ട് ദാഹിച്ചു. നോക്കിയപ്പോ അവിടെ ഒരാള് തെങ്ങിന്റെ മുകളിൽ നിന്ന് നാളികേരിട്ടോണ്ടിരിക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കി ചോദിച്ചു, എനിക്ക് 2 ഇളനീരിട്ട് തരൂ. ഓ, അതിനെന്താ? 2 ഇളനീരിട്ട് അദ്ദേഹം തന്നെ വെട്ടിക്കൊടുത്തു. നല്ലോണം കുടിച്ചു. ബാക്കി നോക്കിയപ്പോ പിന്നെയും കുറച്ച് ഇളനീര് അവിടെ കിടക്കുന്നുണ്ട്. ഇത്ര നല്ല ദാഹമുണ്ട്, എന്നാലും ഇപ്പൊ എത്ര മതി, ബാക്കിയുള്ള ഇളനീര് ഗുരുവായൂർ ആറാട്ട് കടവിലേക്ക് കൊണ്ടുവന്നോളൂ എന്ന് അത്ര പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നും മാർച്ച് 10 തുടങ്ങണു ഗുരുവായൂരപ്പന്റെ ഉത്സവം. ഗുരുവായൂരപ്പന്റെ ആറാട്ടിന് ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്യാനുള്ള ഇളനീര് കൊടുക്കുന്ന കുടുംബം, ഗുരുവായൂരപ്പനെ കണ്ട ആ തെങ്ങ് കയറ്റക്കാരനായിട്ടുള്ള വ്യക്തിയുടെ തറവാട്ട് പേരാണ് തമ്പുരാൻ പടിക്കൽ. ഗുരുവായൂരപ്പനോട് പറഞ്ഞേ ഉള്ളൂ കൂടല്ലൂര്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തോളണം കേട്ടോ എന്ന്. ഈ തമ്പുരാൻ പടിക്കൽ ചോയൂട്ടിയായിട്ടുള്ള കാളവണ്ടിക്കാരന്റെ 8ാമത്തെ മകൻ കിട്ട, അവന്റെ കയ്യിൽ നിന്നാ ഭഗവാൻ വാങ്ങി കുടിച്ചത് ഇളനീര്. ആലോചിച്ച് നോക്കൂ ഭഗവാന്റെ മഹത്വം. അല്ല, ഭഗവാന്റെ മഹത്വത്തെക്കാൾ ആലോചിച്ച് നോക്കൂ ഭഗവാന്റെ ഭക്തന്റെ മഹത്വം. ഇന്നും നിങ്ങൾക്ക് പോയാൽ കാണാം, ഗുരുവായൂർ 6 ദിവസം അവരുടെ വീട്ടിൽ പോയി ഗുരുവായൂർ ദേവസ്വം ആനയിച്ചു കൊണ്ടുവരും അവരെ. ആ ഇളനീരായിട്ട് അവരെ വരുന്ന പരിപാടി ഇപ്പൊ 2-3 വർഷമായിട്ട് ഗുരുവായൂർ തുടങ്ങിയിട്ടുണ്ട്. തമ്പുരാൻ പടിക്കൽ ഫാമിലി തീർന്നില്ല. ഇന്ന് ഗുരുവായൂര് ഏറ്റവും അധികം ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ലക്ഷപ്രഭുന്നോ കോടീശ്വരനോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, അങ്ങനെയുള്ള ഒരു കുടുംബമാണ് തമ്പുരാൻ പടിക്കൽ. ആര് വാങ്ങിക്കൊടുത്തതാ? ഗുരുവായൂരപ്പൻ കൊടുത്തതല്ല, ഗുരുവായൂരപ്പൻ ഇന്ന് പിടിച്ച് വാങ്ങിക്കൊടുത്തതാ കൂടല്ലൂര്. അങ്ങനെ കൊടുക്കുന്ന ആചാര്യന്മാരും അത് കേട്ട് ഗുരുവായൂരപ്പന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഭക്തരെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാർ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ധർമ്മത്തിന് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഭഗവാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരുള്ളൂ. ഗുരുവായൂരപ്പന്റെ തന്നെ പ്രോമിസ് ഉണ്ടല്ലോ, അഹം ഭക്തപരാധീന, ഞാൻ എന്റെ ഭക്തന്മാരിൽ പരാധീനനാണ്. നിങ്ങൾ സഹസ്രനാമം ചൊല്ലുമല്ലോ നാളെയൊക്കെ, എല്ലാത്തിലും ഭഗവാൻ ഇങ്ങനെ സ്തുതിക്കും. കൃഷ്ണ നീ അങ്ങനെയല്ലേ, നീ വിരൂപാക്ഷനല്ലേ, നീ സഹസ്രനാമത്തിനല്ലേ, ഇങ്ങനെ ചൊല്ലും. ഒരു സ്ഥലത്ത് ഒരേ ഒരു പോയിന്റിൽ കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഭഗവാൻ
കംപ്ലീറ്റ് ഫെയിലിയർ ആണ്, ഭൂലോക തോൽവിയാണ് ഭഗവാൻ. എവിടെ? ഭക്തനെ അവനിൽ നിന്ന് പിരിക്കാൻ ഭഗവാൻ സാധിക്കില്ല. നിങ്ങൾ മുറുക്കെ പിടിച്ചാൽ ആ പിടുത്തം വിടിപ്പിക്കാൻ ഒരു ഗുരുവായൂരപ്പന് സാധിക്കില്ല. മുറുക്കെ പിടിച്ചോളൂ. നേരത്തെ പറഞ്ഞല്ലോ, അഹം ഭക്ത പരാധീന, എന്റെ ഭക്തന്മാരിൽ ഞാൻ പരാധീനാണ്. അവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. എങ്ങനെ ആശ്രയിക്കണം? സമ്പൂർണ്ണ ശരണാഗതിയോടുകൂടി ആശ്രയിക്കണം. അപ്പോഴേ സാധിക്കുള്ളൂ. എന്താണ് ഈ സമ്പൂർണ്ണ ശരണാഗതി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗുരുവായൂരപ്പനിലേക്ക് എന്ത് സംഭവിച്ചാലും ഭഗവാനെ ഇത് അവിടുത്തെ ഇച്ഛ എന്ന് പറയാൻ നമുക്ക് എത്ര ആൾക്ക് സാധിക്കും? ആറ്റുനോറ്റുണ്ടായ ഉണ്ണി മരിച്ചപ്പോ പൂന്താനത്തിന് സാധിച്ചു. ഭഗവാൻ ഇത് അവിടുത്തെ ഇച്ഛ. അങ്ങ് മനസ്സിൽ ഉണ്ണിയായി കളിക്കുമ്പോ എനിക്ക് എന്തിനാ വേറെ ഉണ്ണികൾ? അദ്ദേഹത്തെ പോലെ സാധിക്കണം. അങ്ങനെ സാധിച്ച അദ്ദേഹം പൂന്താനായതുകൊണ്ടും അദ്ദേഹത്തിന് കുറെ വേദഗ്രാഹി ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിന് അങ്ങനെ സാധിച്ചുല്ലോ, അങ്ങനെയാണോ? അല്ല. ഗുരുവായൂരടുത്ത് ഒരു കൊച്ചു അമ്മയുടെ കഥ പറയും. കൊച്ചു അമ്മ എന്ന് പറഞ്ഞൊരു അമ്മ ഉണ്ടായിരുന്നു ഗുരുവായൂരടുത്ത്. ഒരു പാവപ്പെട്ട സ്ത്രീ. ജാതിയുടെ നിലവാരമൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് പറയപ്പെടുന്ന താഴ്ന്ന ശ്രേണിയിൽ ഉള്ള ഒരു സ്ത്രീ. ഗുരുവായൂരപ്പൻ എന്ത് ജാതി, ഗുരുവായൂരപ്പൻ എന്ത് മതം? ഗുരുവായൂർ ശ്രീലകത്തിന്റെ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് വെച്ചിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്ന്. ഗുരുവായൂരപ്പൻ മനസ്സിലേക്ക് വരാൻ ജാതി മതമൊന്നും ആവശ്യമില്ല. ഗുരുവായൂർക്ക് പോകാനേ പ്രശ്നമുള്ളൂ. കൊച്ചമ്മ വിളിക്കുക എന്റെ ഗുരുവായൂരപ്പ എന്നാണ്. അകത്തിരിക്കുന്ന ആൾക്കാർ പതുക്കെ പറയത്രേ ഞങ്ങളുടെയും. അങ്ങനെ ആ പാവം ഒരിക്കൽ പോലും ഒന്ന് നേരാവണ്ണം ഗുരുവായൂരപ്പനെ കാണാതിരിക്കുന്ന സമയത്താണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ ഉണ്ടാവണം. ഇന്ന് കാണുമല്ലോ വിസ്തരിച്ച്. ഇപ്പൊ സ്വർണ്ണക്കൊടിമരം സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് അതിനായിട്ട് എടുത്തിട്ടുള്ള കുഴിയിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ധാന്യങ്ങള്, സ്വർണം, എന്തൊക്കെയാണോ അമൂല്യമായിട്ടുള്ള അതൊക്കെ ഇടുന്നൊരു പതിവുണ്ട്. ഇപ്പൊ കൊച്ചുമ്മ എങ്ങനെ നിൽക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ എന്തൊക്കെയോ കുറെ പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇയമ്മ നോക്കിയപ്പോ ഇയമ്മ എടുത്ത് 10 പൈസ ഇല്ല. കയ്യിലാണെങ്കിൽ ഒരു സ്വർണ്ണാഭരണം ചോദിച്ചപ്പോ എന്ത് സ്വർണം? സ്വർണ്ണമൊന്നും കണ്ടിട്ടേ ഇല്ലായിരുന്നു ജീവിതത്തില്. ചുറ്റും നോക്കി എന്താ കൊടുക്കാനുള്ളത് ഗുരുവായൂരപ്പന്? ഒന്നും കൊടുക്കാനില്ലല്ലോ. അയ്യോ ഭഗവാനെ, എല്ലാരും കൊടുക്കുമ്പോ ഞാൻ മാത്രം അങ്ങനെ മാറി നിൽക്കേ. എന്താ ഉള്ളേ? നിങ്ങനെ നോക്കിയപ്പോ കഴുത്തില് വെള്ളിയാണ് എന്ന് പറയപ്പെടുന്ന കറുത്ത് കറുത്ത് കറുത്തൊരു നാര് കണ്ടു. ഇത്രയും ഒരു നാര്, വീതിയൊന്നുമില്ല, ഇതിന് കനമൊന്നുമില്ല, ഒരു നാര്, വെള്ളിയുടെ ഒരു നാര്. ഇട്ട കാലത്ത് പറയും അത് വെള്ളിയാണ്. അതങ്ങോട്ട് പൊട്ടിച്ചു അത്രേ. വിളിച്ചു, ഗുരുവായൂരപ്പ എനിക്ക് തരാൻ ഇതേ ഉള്ളൂ പറഞ്ഞാണ്ട് ഇട്ടു അത്ര ആ കുഴിയിലേക്ക്. എത്ര പേര് കൊടുക്കും നമ്മള്? നിങ്ങളോട് നിങ്ങളുടെ കഴുത്തിലെ മാല പൊട്ടിച്ചു കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ഒരു മനസ്സ് നമുക്ക് എത്ര പേർക്കുണ്ട്? ആ മനസ്സാണ് ഭാഗവത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. നാളെ ഇന്ദ്രദ്യുമ്നൻ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് വിളിക്കുമ്പോ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ ആ മനസ്സുണ്ടാവണേ. ആ മനസ്സുണ്ടായാൽ മതി, വേറെ ഒന്നും വേണമെന്നില്ല. ആ മനസ്സുണ്ടാക്കി എടുക്കുന്ന പ്രോസസ്സാണ്, വർക്ക്ഷോപ്പാണ് സത്യം പറഞ്ഞാൽ ഈ ഭാഗവതം. അത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് കൂടല്ലൂരിനെ പോലെ ഗുരുവായൂരപ്പൻ്റെ നിന്ന് പിടിച്ചു വാങ്ങാം, ചീത്ത പറഞ്ഞു വാങ്ങാം, ഗുരുവായൂരപ്പനോട് പിണങ്ങി നടക്കാം, ഗുരുവായൂരപ്പനോട് കലഹിക്കാം, ഗുരുവായൂരപ്പനെ ചീത്ത പറയാം, എന്തും ചെയ്യാം. പാവം കുറൂരമ്മ ഉണ്ണിയോട് പറയത്രേ, പൂ വറുത്തിട്ട് വരൂ, അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി തരൂ, അല്ലെങ്കിൽ ഇന്ന നേദ്യത്തിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കൂ. ഇപ്പൊ തമാശയ്ക്ക് ഭഗവാൻ ഉണ്ണിയാണ് അമ്മയോട് പറയത്ര, എന്തിനാണ് ഈ കല്ലിനെയൊക്കെ പൂജിക്കണേ? എന്നെ പൂജിച്ചാ പോരെ, എന്നെ പൂജിച്ചാ പോരെ, ഞാൻ ഇവിടെ നിൽക്കണില്ലേ? ഉണ്ണിയാണെന്നേ അറിയുള്ളൂ, ഭഗവാനാണെന്ന് അറിയില്ല. എന്നാലും ഭഗവാൻ എറിഞ്ഞു നോക്കുക, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ വെച്ചിട്ട്. അമ്മേ, ഈ കല്ലിന് മാലിടുന്നതും ഇതിന് പായസം കൊടുക്കണൊക്കെ നിർത്തൂ, ഞാനിവിടെ ഇല്ലേ, എനിക്ക് തന്നൂടെ പായസം, എനിക്കിട്ടൂടെ മാല, ഞാൻ മാലട്ട, എന്ത് ഭംഗി ഉണ്ടാവും കാണാൻ. അമ്മ പറയാം, അഹങ്കാരൊന്നും പറയരുത്, മര്യാദയ്ക്ക് പോയി ചെയ്യും. ആ മര്യാദയ്ക്ക് പോയി ചെയ്യും. ഭഗവാനെ കെട്ടിയിട്ട ആൾക്കാർ 2 പേരേ ഉള്ളൂ. ആരൊക്കെ? ദുര്യോധനൻ ഭഗവാനെ ദൂത് സമയത്ത് കെട്ടിയിടാൻ ശ്രമിച്ചിട്ട് എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. കെട്ടിയിട്ടവർ 2 പേരേ ഉള്ളൂ. ഒന്ന് യശോദ അമ്മ. 2 കെട്ടിയിടാൻ സമയം കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? കറിക്കലം കൊണ്ട് മൂടി വെച്ചു, കിടക്കവിടെ. ഞാൻ പറഞ്ഞല്ലോ, ഭഗവാന് അതിൻ്റെ അകത്തുനിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല. കാരണം എന്താ? ഭക്തന്റെ ലോക്ക.
അതിന്റെ ലോക്ക് എന്താ? അതിന്റെ പൂട്ട് എന്താ? ഭക്തിയാകുന്ന പൂട്ട്, ഭക്തിയാകുന്ന കയറുകൊണ്ട് കെട്ടിയാൽ ഭഗവാൻ പോവില്ല. അത് കൊച്ചുമ്മയുടെ ആ ദ്രവിക്കാനായിട്ടുള്ള വെള്ളിയുടെ നാരായാലും ഭഗവാൻ പോവില്ല. ഭഗവാൻ അവിടെ കിടക്കും. നിങ്ങൾക്ക് അങ്ങനെ കൊണ്ട് നടക്കാം. ഈ ഫോട്ടോയിലൊക്കെ നിൽക്കണ പോലെ കാലൊക്കെ പിടിച്ചൊക്കെ നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന പറഞ്ഞാൽ അങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കും ഭഗവാൻ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കാനുള്ള ശേഷിയുള്ള എത്രയോ ആളുകൾ ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കണ്ടാവും. എന്താ വരുന്നതൊക്കെ പറയണേ? അവരെയൊക്കെ ഞാൻ നമസ്കരിക്കുന്നു. അവർ പുറത്തേക്ക് പറഞ്ഞുകൊണ്ട് നടക്കില്ല, ഞാൻ ഇന്നലെ മയിൽപ്പീര് കണ്ടു, ഇന്നലെ ഓടക്കുഴലിന്റെ വിളി കേട്ടു എന്നു. അവർക്കറിയാം ഗുരുവായൂരപ്പൻ ആരാണ്. അങ്ങനെ കൊണ്ട് നടന്നാൽ ആ സത്യവസ്തുവായിട്ടുള്ള ഭഗവാനെ മനസ്സിലേക്ക് മാത്രം ഇങ്ങനെ കേന്ദ്രീകരിച്ചു വന്നാൽ ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തനായിട്ടുള്ള കാശി തമ്പുരാൻ പറഞ്ഞതുപോലെ ഗുരുവായൂർ പോവാതെയും ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാം. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഗുരുവായൂരപ്പനെ കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു ഭക്തരോട്. ഗുരുവായൂരപ്പനെ കാണാൻ എന്തിനാ ഗുരുവായൂർ വരണം? നിങ്ങൾ വിളിച്ചാൽ അവിടെ ഉണ്ട് ഗുരുവായൂരപ്പൻ. അതായത് ഗുരുവായൂർക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഗുരുവായൂർക്ക് വരണം എന്തിന്? ഇവിടത്തെ ഈ നാമജപങ്ങളിൽ പങ്കെടുക്കാൻ, ഇവിടത്തെ ഈ ആലഭാരങ്ങൾ കാണാൻ, ഇവിടത്തെ ശീവേലി കാണാൻ, ഇവിടത്തെ പ്രസാദോട്ട് കഴിക്കാൻ, അതിന് ഇങ്ങോട്ട് പോന്നോളൂ. അല്ലാതെ ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂർക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ അറിഞ്ഞു വിളിച്ചാൽ അവിടെ ഉണ്ട് ഗുരുവായൂരപ്പൻ. അതുകൊണ്ടാണല്ലോ എനിക്ക് ഗുരുവായൂരപ്പന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലീലകളിൽ ഏത്, ഈ സമീപകാലത്ത് നടന്ന ലീലകളിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മഞ്ജുളയാണ്. പാവം പെൺകുട്ടി മാല കെട്ടി. എനിക്കറിയാം എത്രയോ അങ്ങനെയുള്ള പെൺകുട്ടികളെ. ഞാൻ ഇന്ന് ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന ആളുകൾക്കറിയാം ഗുരുവായൂരപ്പനെ അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാർ. എന്നോട് ഞാൻ ഇവിടെ വരുമ്പോൾ സംസാരിച്ച ആളുകൾ, എൻ്റെ കൂടെ ഫോട്ടോ എടുത്ത ആൾക്കാർ, എനിക്കറിയാം ഇതൊന്നും എനിക്ക് കിട്ടുന്നതല്ല, ഇതൊക്കെ ഇങ്ങേർക്കുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്നതിന്റെ ഒരു അംശമാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാർ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ, എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഫോണിൽ കാണാറുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ക്രെഡിറ്റ് അല്ല, ഇങ്ങേറോടുള്ള നിങ്ങളുടെ സ്നേഹം. ഞാൻ ഇന്ന് കോട്ടയത്ത് വന്ന് സ്റ്റേ ചെയ്യുന്ന സമയം തൊട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുണ്ട്, അശ്വതി. ഇവിടെ വന്ന ആൾക്കാർക്ക്, എന്നെ കൊണ്ടുവന്ന ആൾക്കാർക്ക് അറിയാം. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുക, ഏട്ടൻ എവിടെ എത്തി. ഞാൻ വള്ളിയൂർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി കോളേജിൽ നിന്ന് നേരെ പോയിരിക്കുകയാണ് വള്ളിയൂർക്ക്. 6:30 വരെ ആ കുട്ടിയെ ഞാൻ നിർത്തിച്ചു. 4 മണി മുതൽ നിങ്ങൾ ആലോചിക്കണം, 2.5 മണിക്കൂർ. ഞാൻ ചെന്നപ്പോ ഒരു പരിഭവം ഇല്ലാതെ, ഒരു തരത്തിലുള്ള ദേഷ്യപ്പെടലും ഇല്ലാതെ ആ കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. കുറച്ച് ഉണ്ണിയപ്പം തന്നു, ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കിയതാണ്. ഒരു ഗുരുവായൂരപ്പന്റെ ഫോട്ടോ തന്നു, വരച്ചത്. ആ കാറിലുണ്ട്, ആ നീല കാറിൽ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. ഇത് ഞാൻ വരച്ചതാണ്. ഞാൻ പറഞ്ഞു ഇത് ഫ്രെയിം ചെയ്യും ഞാൻ. അതൊന്നും വേണ്ട ഏട്ടാ, അത് ഞാൻ ഏട്ടന് വേണ്ടി വരച്ചു തന്നാണ്. എൻ്റെ കൂടെ 2 ഫോട്ടോ എടുക്കുമോ? എനിക്ക് ഫോണില്ല ഏട്ടാ, എനിക്കൊന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരുമോ? ഞാൻ ആ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ ഫോണിൽ, ഞാൻ അയച്ചു കൊടുത്ത കുട്ടിക്ക്. ഇതൊക്കെ ഞാൻ പ്രഭാഷണം നടത്തുന്നതുകൊണ്ട്, എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ടും നെവർ 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 നിങ്ങൾക്ക് ഗുരുവായൂരപ്പനോടുള്ള ഇഷ്ടം, ആ സ്നേഹത്തിന് പരിധി നിശ്ചയിക്കാതെ, ആ സ്നേഹത്തിന് ഒരു ലിമിറ്റ് വെക്കാതെ നിങ്ങൾക്ക് എത്ര കാലം കൊണ്ടു നടക്കാൻ സാധിക്കും അത്രത്തോളം കൊണ്ടു നടന്നോളൂ. കാരണം ഭഗവാന്റെ പ്രോമിസ്, അഹം ഭക്തപരാധീന, ഞാൻ ഭക്തന്മാരുടെ അടിമയാണ്. ഇവിടെ നരസിംഹാവതാരം വായിച്ച ദിവസമാണ്, നവതാ ഭക്തിയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഏറ്റവും അവസാനത്തെ ഭക്തിയുടെ ലവയം ആത്മനിവേദനം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ മലയാളത്തിൽ ആത്മസമർപ്പണം എന്ന് പറയാം. ഞാൻ തുടക്കത്തിൽ 1ാമത്തെ ശ്രവണം എടുത്ത് രുക്മിണിയെ കുറിച്ച് പറഞ്ഞു, പ്രഹ്ലാദനെ കുറിച്ച് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ നിരവധിയായിട്ടുള്ള ഭക്തരുണ്ട്, ഇല്ലാന്നല്ല. അവസാനത്തെ ഒരു തലം ആത്മനിവേദനം. ഭഗവാനെ എന്നെ തന്നെ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്ത ഒരാളെ കുറിച്ച് ഭാഗവതം പറയുന്നു. ഭഗവാൻ എന്നെ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് ഭഗവാൻ കൊടുത്ത ഒരേ ഒരാൾ. നിരവധി ആൾക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും കേമൻ, അതും ഭഗവാൻ സർട്ടിഫൈ ചെയ്തതാ. ആരാത്? ഭഗവാനെ എന്നെ എടുത്തു എന്ന് പറഞ്ഞ ആള് നമ്മുടെ സ്വന്തമായിട്ടുള്ള ആളാണ്. ആരാണത്? സാക്ഷാൽ മഹാബലി. വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഇങ്ങനെ മുമ്പിൽ ത്രിവിക്രമായിട്ട് നിൽക്കുക, ലോകം മൊത്തം വ്യാപിച്ചുകൊണ്ട്. എവിടെ വെക്കണം 3ാമത്തെ അടി? ഒരു സംശയം ഉണ്ടായിരുന്നില്ല, ഭഗവാൻ എന്നെ എടുത്തോ. ആ മഹാബലി ചെയ്തവനായത് കൊണ്ടാണ് മഹാബലിയായത്.
ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സ്വത്ത് ഭഗവാൻ എന്താ? അവനവനെ തന്നെയാ. കാരണം അവനവനും ഭഗവാനും തമ്മിൽ ഭേദമില്ല. തന്നെ ഭഗവാന് കൊടുത്ത ബലിയോട് ഭഗവാൻ എത്ര കണ്ട് സ്നേഹം ആലോചിച്ചു നോക്കൂ. ഇന്നും പാതാളത്തിൽ ഭഗവാനാണ് ബലിക്ക് കാവൽ നിൽക്കുന്നത്. ഒരു രസകരമായിട്ടുള്ള കാര്യം പറയാം. ഇത് ഭാഗവതത്തിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ നിശ്ചയമില്ല. എന്നാലും ഞാൻ ഭാഗവതം മാത്രം കോട്ട് ചെയ്ത് പോയാൽ ചിലപ്പോൾ ഇവിടെ ഭാഗവതം അല്ലാത്ത ചില ആൾക്കാർ ഇത് കേൾക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ബലിയോട് ഭഗവാൻ ചോദിച്ചത്, ബലി നിന്റെ ഈ ഭക്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഇത്ര കണ്ട് എന്നോടുള്ള ഭക്തിയുള്ള നിനക്ക് ഒരു വരം തരാൻ ഞാൻ ആവശ്യപ്പെടുന്നു. നിനക്ക് എന്നോട് ചോദിക്കാം, നിനക്ക് എന്ത് വരാണ് വേണ്ടത്? ബലി നമ്മുടെ കണക്കിൽ ചിങ്ങമാസത്തിലെ തിരുവോണത്തിൽ വന്നോണേ എന്ന് ചോദിച്ചു എന്നാണ്. അതവിടെ നിൽക്കട്ടെ, അതവിടെ ഉണ്ടായിക്കോട്ടെ കഥ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പോകുന്നില്ല. ബലി ഭഗവാനോടൊരു വരം ചോദിച്ചു അത്രേ. എന്താണ് ആ വരം? അല്ലയോ ഭഗവാനെ, ഈ ലോകത്തിന്റെ മുഴുവൻ ഉടമസ്ഥനാണ് അവിടെ നിന്ന്. അങ്ങ് ഈ നിസാരനായിട്ടുള്ള എന്റെ മുമ്പിൽ ഒരു യാചകനായിട്ട് വന്നു നിന്നില്ലേ? എന്നോട് അവിടെ നിന്ന് അപേക്ഷിച്ചില്ലേ, അഭ്യർത്ഥിച്ചില്ലേ? നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ എന്നോട് അവിടെ നിന്ന് എരന്നില്ലേ? 3 അടി മണ്ണ്. ഭഗവാനെ, എനിക്ക് ഒരേ ഒരു വരം മതി. ഇനി ഒരിക്കലും അങ്ങ് ഒരാളുടെ മുമ്പിലും കൈനീട്ടരുത്. അങ്ങ് ആരുടെയെങ്കിലും മുമ്പിൽ കൈനീട്ടിയ ചരിത്രമുണ്ടെങ്കിൽ അത് ബലിയുടെ മുമ്പിലാവണം. ഭഗവാൻ തഥാസ്തു അത്ര പറഞ്ഞു. അതുകൊണ്ടാണ് പോലും ഭഗവാൻ വെണ്ണ കട്ടെടുത്തത്. ചോദിച്ചു കഴിച്ചിട്ടുണ്ടോ കൃഷ്ണൻ? കുറച്ച് വെണ്ണ തരുമോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, തല്ലി പൊട്ടിച്ചെടുത്തു. കാരണം എന്താ? ബലിക്ക് കൊടുത്തിട്ടുണ്ട് വാക്ക്, ഇനി ഒരാളുടെ മുമ്പിൽ ഞാൻ കൈനീട്ടില്ല. എന്നിട്ടോ സ്വയം അസുരവംശത്തിൽപ്പെട്ട ആ മനുഷ്യന് കാവലായി ഇന്നും പാതാളത്തിൽ പോയി നിൽക്കുന്നു. ഒരു വടി പിടിച്ച് സെക്യൂരിറ്റി പണിയെടുക്കുന്നു. ഗുരുവായൂരപ്പൻ നിങ്ങളുടെയും സെക്യൂരിറ്റി ആവും, നിങ്ങളുടെയും പാതാവുകാരനാവും ഭഗവാൻ. എപ്പോ? ആത്മസമർപ്പണം ചെയ്യുമ്പോൾ. ബലിയെ പോലെ ഭഗവാനെ, അങ്ങ് എന്നെ തന്നെ എടുത്തോളൂ എന്ന് നിങ്ങൾക്ക് എപ്പോ പറയാൻ സാധിക്കുന്നോ അപ്പൊ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ സെക്യൂരിറ്റി ആവും. അങ്ങനെ ശീലിക്കാൻ നമ്മളും നമുക്ക് ശേഷം വരുന്ന തലമുറയും പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ശീലിപ്പിച്ച ഒരു കുട്ടി, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഒരു കാരണവശാലും ഒരു പ്രശ്നം വരുമ്പോൾ പൊടി വലിച്ച് മൂക്ക് കേട്ടില്ല. അങ്ങനെ ഭഗവാനെ നമസ്കരിക്കാനും ഭഗവാന്റെ കൂടെ നടക്കാനും ശീലിച്ച ഒരു കുട്ടി, ഭാഗവതം കേട്ട കുട്ടി, ഭാഗവതം പഠിച്ച കുട്ടി, ഒരിക്കലും ഒരു കൗണ്ടറിന്റെയും മുമ്പിൽ പോയി ക്യൂ നിൽക്കില്ല. അങ്ങനെ കേട്ട കുട്ടി, ഭാഗവതം മനസ്സിലാക്കിയ കുട്ടി ഒരിക്കലും ജീവിതത്തിൽ ഇനി എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന ബ്ലേഡോ മണ്ണെണ്ണയോ തെരഞ്ഞു പോവില്ല. അതിനെന്ത് വേണം? ഭഗവാന് കൊടുക്കണം അവരെ. ഭഗവാനെ, ഇത് എൻ്റെ കുട്ടിയല്ല, ഇത് അവിടുത്തെ കുട്ടി. ഗുരുവായൂർ എപ്പോഴും ഉണ്ട് അടിമ കടത്തൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ്, നിങ്ങൾക്കറിയാം. ചോറൂടിൻ്റെ അവിടെ ഗുരുവായൂരപ്പൻ്റെ വലിയ ഫോട്ടോ ഉണ്ട്, അവിടെ കടത്തും കുട്ടികളെ. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ ആരെങ്കിലും എടുത്തിട്ട് നമുക്ക് തരും. കാരണം എന്താ? ഭഗവാൻ നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചു എന്നാണ് സങ്കല്പം. നിങ്ങളുടെ കുട്ടിയല്ല, പിന്നെ ഗുരുവായൂരപ്പൻ്റെ കുട്ടിയാ, നോക്കിക്കൊള്ളണം. എങ്ങനെ നോക്കണം? ഭഗവാൻ പറഞ്ഞതുപോലെ നോക്കണം. ഞാൻ നവരാത്രി കാലത്ത് ഒരു പ്രഭാഷണത്തിന് പാലക്കാട് പോയ സമയത്ത് വിദ്യാഗോപാല മന്ത്രാസനം, ഇവിടെ നേരത്തെ ശ്രീധരേട്ടൻ പറയുന്നത് കേട്ടു, ഇവിടെ ഉണ്ട് എന്ന്. നല്ല കാര്യം, നിങ്ങൾ ചെയ്യണത്. ഞാൻ പാലക്കാട് പോയപ്പോൾ 50 അമ്മമാര് നിരന്ന് പൂജിക്കുക ഗുരുവായൂരപ്പനെ. ഓം ഗോവിന്ദായ നമാവും അച്യുതായ നമാവും കേശവായ നമ. ഞാൻ ആ ഭാരവാഹികളോട് ചോദിച്ചു, എന്ത് അർച്ചനയാണ് ഇത്? വിളക്ക് പൂജയാണോ? അല്ല, ഇത് വിദ്യാഗോപാല മന്ത്രാർച്ചനയാണ്. 50 അമ്മമാരും 2-3 മുത്തശ്ശിമാരും ഉണ്ട്. ഒരു കുട്ടിയെ കാണണ്ടേ? ഒരെണ്ണത്തിന് മരുന്നിന്. വീഡിയോ ഒക്കെ കാണുന്ന സ്മിത ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, മോൻ വന്നില്ലേ? ജിഷ്ണു വന്നില്ലേ? എന്താ വ്യാസം, എന്നാ ആകെ ഒരു ഞായറാഴ്ച എല്ലാവരും ഉറങ്ങിക്കോട്ടെ, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ഉറക്കാണ്. ഉറക്കി ഏത് നിലയിലായി എന്നുള്ളതാണ് സംശയം. അപ്പോ സാധിക്കുമെങ്കിൽ ഇനിയും ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ 3-4 ദിവസം. ഒരു ദിവസമെങ്കിലും രാവിലെ 6:15 സഹസ്രനാമം ചൊല്ലാൻ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ വരുന്നുണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒരു ദിവസമെങ്കിലും വൈകുന്നേരം ദീപാരാധനയ്ക്ക് ഇവിടെ യജ്ഞം സമർപ്പണം നടത്തുന്ന സമയത്ത് ആ ശ്രീധരേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ പ്രസാദം വാങ്ങാൻ നിങ്ങളുടെ കുട്ടികൾ വരുന്നുണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഞാൻ 3 ദിവസം ചോദിക്കുന്നില്ല, ഒരു ദിവസം, ഒറ്റ ദിവസം. അത് നിങ്ങൾ ശീലിക്കുന്നുണ്ടെങ്കിൽ, അത് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങൾക്ക് ഗുരുവായൂരപ്പന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ
പ്രസാദം. നിങ്ങൾ വെണ്ണ കഴിപ്പിച്ചോളൂ, പാൽപ്പായസം കഴിപ്പിച്ചോളൂ, നാളെ താമരപ്പൂ സമർപ്പിച്ചോളൂ, ഒക്കെ ചെയ്തോളൂ. ഒരു ദിവസം ഇതുകൂടെ ചെയ്യൂ. ഭഗവാൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കും. അങ്ങനെ സന്തോഷിക്കുന്ന ഭഗവാനെ വേണം നമുക്ക് ഇനി ആ ശ്രീകോവിലിൽ കാണാൻ. ഈ സപ്താഹം കഴിഞ്ഞാലും കബിക്കാട് വന്ന് ആ ശ്രീകോവിലിനകത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ദേശത്ത് എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്, ഞാൻ ഇവിടെ നിന്ന് നിൽക്കുന്നിടത്തോളം കാലം എന്നെ നോക്കാൻ വരുന്നൊരു തലമുറയുണ്ട് എന്ന് മനസ്സിലാക്കി ചിരിക്കുന്ന കണ്ണനെ നിങ്ങൾക്ക് കബിക്കാട് കാണാൻ സാധിക്കണം. അതിനു വേണ്ടി ശ്രമിക്കുക. അതിനാണ് ഭാഗവതം ഇവിടെ ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നത്. ഭാഗവതം ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? സാധാരണക്കാർക്കുള്ളതല്ല ഭാഗവതം. സാധാരണക്കാർ കേൾക്കണം. എന്നിട്ട് എങ്ങനെയായി മാറണം? ഭാഗവതം പരമഹംസന്മാർക്കുള്ളതാണ്. സാധാരണക്കാരിൽ നിന്ന് നിങ്ങളെ പരമഹംസനാക്കി മാറ്റുന്നതാണ് ഭാഗവതം. ഞാനിരിക്കുന്നത് ഭാഗവത ഹംസത്തിന്റെ നാട്ടിലാണ്, അല്ലേ? വള്ളിയൂരിനടുത്താണ്. അപ്പൊ നമ്മളും അദ്ദേഹത്തെ പോലെ എങ്ങനെയായിട്ട് മാറണം? നമ്മളും ഹംസങ്ങളായിട്ട് മാറണം. ഹംസങ്ങൾക്കേ ഭാഗവതം മനസ്സിലാവുള്ളൂ. അതാ പ്രശ്നം. എന്താ ഹംസത്തിന്റെ പ്രത്യേകത? പാലും വെള്ളവും ചേർത്ത മിശ്രിതത്തിൽ നിന്ന് പാല് മാത്രം കുടിക്കുകയും വെള്ളം അവിടെ തന്നെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യും ഹംസം എന്ന് ഭാഗവതം പറയുന്നു. വേണ്ടത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. എന്ത് കേൾക്കുമ്പോഴും ഇതിലെനിക്ക് വേണ്ടതെന്ത്. നിങ്ങൾക്കുള്ള ഒരുപാട് ഓപ്ഷൻസ് ഭാഗവതം തരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രഹ്ലാദനെ വേണോ? പ്രഹ്ലാദനെ പിടിച്ചോളൂ. ചിലർക്ക് പറയും ഞാൻ ഗോപികമാരെ പോലെ ആവും, ഗോപികമാരെ പിടിച്ചോളൂ. ചില ആൾക്കാർ പറയും ഞാൻ ഗജേന്ദ്രനെ പോലെയാണ്, ഗജേന്ദ്രനെ പിടിച്ചോളൂ. ചില ആൾക്കാർ പറയും എനിക്ക് ധ്രുവനാവണം, ധ്രുവനെ പിടിച്ചോളൂ. ചില ആൾക്കാർ പറയും ഞാൻ ഹിരണ്യകശിപുവാണ്, അങ്ങനെ ആയിക്കോളൂ. എങ്ങനെയായാലും ചെന്ന് ചേരേണ്ടത് ആ ഭഗവാനിലേക്കാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഇന്ന് വായിച്ചു തീർത്തത് നരസിംഹാവതാരം. നാളെ പ്രഹ്ലാദന്റെ സ്തുതി അടക്കം ഇന്ന് വായിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഭഗവാന്റെ മഹത്വം ഇവിടെ നേരത്തെ ശ്രീധരേട്ടൻ പറഞ്ഞല്ലോ, സനകാദി മുനിമാര് വന്ന് ഭഗവാനെ കാണാൻ പോയ സമയത്ത് ഇത്തിരി ഇല്ലാത്ത ചെക്കന്മാര് തുണി കൊടുക്കാണ്ട് എൻ്റെ സ്വാമിയെ കാണാൻ വന്നോ, കടക്ക് പുറത്ത് എന്നാണ് പറഞ്ഞത് ജയവിജയന്മാര്. കൊടുത്തു ശാപം, 3 ജന്മം അസുരന്മാരായിട്ട് ജനിച്ചു വാ, അപ്പ നോക്കാ ഇനി വൈകുണ്ഠം. ആദ്യത്തെ ജന്മമാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അടുത്തതാണ് രാവണനും കുംഭകർണനും. അതിൻ്റെ അടുത്തതാണ് ശിശുപാലനും ദന്തവക്തനും. ഈ ഒരു ഭാഗത്ത് മാത്രം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ. രാജസൂയം കേൾക്കുന്ന നിങ്ങളോട് ഇത് പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും രാജസൂയത്തിന് ക്ഷണിച്ചുകൊണ്ട് നാരദ മഹർഷി നിൽക്കെ ഭഗവാൻ യുധിഷ്ഠിരനൊരു കത്തെഴുതും. ഭഗവാനെ, ഞങ്ങൾ രാജസൂയം നടത്താൻ പോവുകയാണ്, അങ്ങ് വരണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം, ആശീർവദിക്കണം. അങ്ങേക്കൊപ്പം നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഐശ്വര്യവും എതിര് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന വിനാശവും ലോകം കാണട്ടെ എന്നാണ് ആ ഇൻവിറ്റേഷൻ. ഭഗവാൻ ചിരിച്ചു ഇത്ര ഇത് വായിച്ചിട്ട് ദ്വാരകയിൽ നാരദ മഹർഷിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, വായിക്കും മഹർഷേ. അദ്ദേഹവും ചിരിച്ചു ഇത്രേ. ഭഗവാൻ പോയി രാജസൂയത്തിന്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു. അഗ്രപൂജ സമയത്ത് സഹദേവൻ പറഞ്ഞു ഭഗവാനെയാണ് പൂജിക്കേണ്ടത്. ഭഗവാനെ പൂജിച്ച ആ പാദതീർത്ഥം തളിക്കാൻ നോക്കുമ്പോൾ ഒരാൾ ചാടി എണീറ്റ് ഈ ചണ്ടിയുടെ കാല് കഴുകിയ വെള്ളം കൊണ്ട് എന്റെ മേത്ത് തളിക്കുന്നു. എന്ത് യോഗ്യതയാണ് ഇവനുള്ളത്? ജയിലിൽ ജനിച്ചു, കേട്ടോ, അച്ഛനും അമ്മേനെ ഉപേക്ഷിച്ചു. പാവം 2 അച്ഛനമ്മമാരുടെ കൂടെ വളർന്നു, അവരെ ഉപേക്ഷിച്ചു. കുറെ സ്ത്രീകളുടെ പുറകെ ഡാൻസ് കളിച്ച് നടന്നു. സ്വന്തം അമ്മാവനെ കൊന്നു. 64 ദിവസം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് ചാടിപ്പോന്നു. നാട്ടുകാരെ വീട്ടുകാരെയൊക്കെ പേടിച്ചിട്ട് ദ്വാരക എന്ന് പറഞ്ഞൊരു പട്ടണം കടലിന്റെ നടുക്കുണ്ടാക്കിയിട്ട് അവിടെ താമസിക്കുന്നു. ഒക്കെ പോട്ടെ, ഞാൻ സ്നേഹിച്ച എന്റെ രുക്മിണി, അവളെയും കൊണ്ടേ. ഇവനെയാണോ പൂജിക്കേണ്ടത്? നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് 1 ഭാര്യ 5 ഭർത്താക്കന്മാര്, 2 ഒറ്റ കൂട്ട. ഇവന് 16,000 1, നിങ്ങൾ 5 എണ്ണത്തിന് 1. ഭീമൻ തല്ലാൻ പോയി എന്നാണ് ശിശുപാലനെ പൊട്ടിക്കാൻ പോയി. ഭവൻ പറഞ്ഞു വെയിറ്റ്. 100 അപരാധം കഴിഞ്ഞപ്പോൾ ഭഗവാൻ എണീറ്റതാ ഇവിടത്തെ പോലെ സുദർശനമേന്തി ഭഗവാൻ ശിശുപാലന്റെ കഴുത്തർത്തു രാജസൂയ സമയത്ത്. യുധിഷ്ഠിരനും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കേ ഒരു ജ്യോതിസ് ശിശുപാലന്റെ ദേഹത്തു നിന്ന് ഭഗവാനിലേക്ക് വന്നു എന്നാണ് ശിശുപാലന്റെ മോക്ഷം. നാരദ മഹർഷി യുധിഷ്ഠിരനോട് ചോദിച്ചു അത്രേ, ഒപ്പം നിന്ന ആൾക്കാർക്ക് കിട്ടുന്നത് കേവലമായ രാജ്യം,
നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇന്ദ്രപ്രസ്ഥം, പക്ഷെ ശിശുപാലന് കിട്ടുന്നതോ പരമമായിട്ടുള്ള മോക്ഷം. ഇന്ന് വായിച്ചതും നിങ്ങൾക്കറിയാം, നരസിംഹാവതാരം. നോക്കൂ, പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒറ്റ കുട്ടി ജനിച്ചതിലൂടെ, ഒരേ ഒരു കുട്ടി ഒരു കുടുംബത്തിൽ ജനിച്ചതിലൂടെ അവന്റെ അച്ഛന് മോക്ഷം ഹിരണ്യകശിപു, അവന്റെ വല്യച്ഛന് മോക്ഷം ഹിരണ്യാക്ഷൻ, അവന് മോക്ഷം സ്വയം. കാരണം ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് അനുഗ്രഹിച്ചു. അവന്റെ മകന്റെ മകനും മോക്ഷം. ആരാണ് ഈ മകന്റെ മകൻ? ഹിരണ്യകശിപുവിന്റെ പുത്രൻ പ്രഹ്ലാദൻ, പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനൻ, വിരോചനന്റെ പുത്രൻ മഹാബലി. 4 തലമുറയ്ക്ക് അടുപ്പിച്ച് മോക്ഷം ഒറ്റ കുട്ടിയിലൂടെ, പ്രഹ്ലാദനിലൂടെ. ഒരു കുട്ടി ജനിച്ചപ്പോ അച്ഛന് മോക്ഷം, വല്യച്ഛന് മോക്ഷം, അവന് മോക്ഷം, അവന്റെ പേരക്കുട്ടിക്ക് മോക്ഷം. ഞാൻ ആരാധനയോടുകൂടി കാണുന്ന ശരതേട്ടൻ പറയും, ഗുരുവായൂരപ്പൻ എല്ലാം കുടുംബത്തെ കൊടുക്കും. നല്ലതാണെങ്കിലും കുടുംബത്ത് കിട്ടും, ചീത്തയാണെങ്കിലും കുടുംബത്ത് കിട്ടും. അതാണ് ഗുരുവായൂരപ്പൻ്റെ ശീലം. അതുകൊണ്ട് അഹം ഭക്തപരാധീന എന്നൊക്കെ പറയുമെങ്കിലും ഭക്തവത്സലനാണ്, കമല നയനനാണ് എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ എത്ര നേരം ക്യൂ നിന്നിട്ടാണെങ്കിലും അകത്ത് കയറി ഫ്ലൈ ഓവർ കയറി ഇങ്ങനെ പോകുന്ന സമയത്ത്, ആ കൊടിമരച്ചോട്ടിൽ എത്തുന്ന സമയത്ത് ഒന്ന് മുകളിലേക്ക് നോക്കുക. ആരെ കാണാം? ഗുരുവായൂർ അമ്പലത്തിന്റെ കൊടിമരത്തിന്റെ മുകളിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരുടെ ഫോട്ടോ അത്? സാക്ഷാൽ നരസിംഹസ്വാമിയുടെ ഫോട്ടോ. 2 ഭാഗത്തുണ്ട്. ഉണ്ണിയാണ്, കണ്ണനാണ്, ഓടക്കോഴ് വായിച്ചിരിക്കുന്ന ആളാണ്, വെണ്ണ കെട്ട് തിന്നുന്ന ആളാണ്, ഗോപികമാരുടെ കൂട്ട് ഡാൻസ് കളിക്കുന്ന ആളാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ ധർമ്മം വിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ ആരാണ് എന്ന് ഭഗവാൻ പ്രത്യക്ഷത്തിൽ അവിടെ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പാട്ടുപാടി അവസാനിപ്പിക്കണമെന്നാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കഥകളി പദം. ഏത് കുട്ടിയോടൊരു കഥകളി പദം പാടാൻ പറഞ്ഞാലും ഇന്ന് പാടുന്ന ഒറ്റ പദേ ഉള്ളൂ. ഏതാ? അചിത ഹരേ ജയ മാധവ. ഏതാ കഥ? കുചേലവൃത്തം. ആ പദത്തിന്റെ ഒരു ഭാഗത്ത് കുചേലൻ തന്റെ സതീർത്ഥനായ കൃഷ്ണനോട് പറയുന്നു, എങ്ങനെയാ? നീല നീരധ വർണ്ണ രുചിര കമല നയന നൃഹരേ എന്നാണ് വിളിക്കുന്നത്. അല്ലയോ കൃഷ്ണ, നീ ചെന്താമരപ്പൂവിന്റെ കണ്ണുള്ളവനാണ്, മനോഹരമായിട്ടുള്ള ചിരിയുള്ളവനാണ് ഭഗവാനെ. പക്ഷെ നീ ആരും കൂടെയാണ്? അവസാനത്തെ സെന്റൻസ് നൃഹരേ, നരസിംഹമേ എന്നാ വിളിക്കുന്നത്. ആര്? ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിക്കുക കുചേലൻ. നന്നായിട്ട് അറിയാം. അപ്പൊ രുക്മിണിക്ക് അറിയാം ഭഗവാൻ ആരാണെന്ന്, കുചേലൻ അറിയാം ഭഗവാൻ ആരാണെന്ന്. കുചേലൻ വിളിക്കരുത് കേട്ടോ അദ്ദേഹത്തെ. കുചേലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കീറിയ വസ്ത്രത്തോട് കൂടിയവനാണ്. ഭഗവാന്റെ ഫ്രണ്ടാണ്, ഭഗവാന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമുക്ക് റെസ്പെക്ട് ചെയ്യാം. അദ്ദേഹത്തിന് പേരുണ്ട്, സുധാമ. ആ പേരാ വിളിക്കണ്ടേ? കുചേല ദിനം, സുധാമാ ദിനം. ഞാൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വിജയൻ സാറോട് ഒരിക്കൽ പറഞ്ഞു, നമുക്ക് ഇതൊന്നും മാറ്റണ്ടേ? ഭഗവാന്റെ ഫ്രണ്ടല്ലേ, നമ്മൾ ഭഗവാനെ വെച്ചിട്ടല്ലേ ഇവിടെ ഓടിക്കണേ ഇക്കണ്ടത് മൊത്തം. അപ്പൊ ഭഗവാന്റെ ഫ്രണ്ടിനെ റെസ്പെക്ട് ചെയ്യണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വട്ടം മുതൽ 30 ബുധനാഴ്ച സുധാമാ ദിനം ആചരിക്കണം. ഗുരുവായൂർ ദേവസ്വം വിചാരിച്ചാൽ നടക്കും. ഇപ്പൊ വിജയമാഷ എന്നോട് വളരെ തമാശയായിട്ട് അദ്ദേഹം പറഞ്ഞു, വ്യാസം, ഞാൻ വ്യാസനോട് പോയി പറഞ്ഞു നാളെ ഇപ്പൊ സുധാമാ ദിനാണ്, അവിൽക്കിഴി കൊണ്ടുവരണം. വ്യാസം കൊണ്ടുവരും. ഞാൻ അവിടെ ക്യൂ നിൽക്കുന്ന 10 ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നാളെ സുധാമാവിന്റെ ദിനാണെന്ന് ചോദിച്ചാൽ അവരെന്നോട് ചോദിക്കും, ഏത് മാവ്? അവർക്കറിയണത് 4-5 മാവേ ഉള്ളൂ. ആ മാവിൽ സുധാമാവില്ല. ആ മാവ് വേറെ, അവസാനത്തെ ഒരു മാവുണ്ട്, അത് ഗുരുവായൂർ എപ്പോഴും കൊടുക്കുന്നുണ്ട്, ഉപ്പുമാവ് എന്ന് ചെന്നാലുണ്ട്. പോരാ, നമുക്ക് ഭഗവാന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഭഗവാന്റെ ഫ്രണ്ടിനെ റെസ്പെക്ട് ചെയ്യണം. സുധാമാ ചരിതം, സുധാമാവിന്റെ കഥ ഒക്കെ പറയണം. ഇവിടെ സപ്താഹത്തിന് നോട്ടീസ് അടിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അടുത്ത തവണയൊക്കെ അത് മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. കുചേല ചരിതം എന്നൊന്നും ഇല്ല, സുധാമാ ചരിതം തന്നെ എല്ലായിടത്തും പറയാറുണ്ട്. ആ സുധാമാവിന്റെ ഭാര്യ സുശീല, ആ
ആ സുശീല കൊടുത്തയച്ച അവിലാണ് ഭഗവാൻ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പൻ എന്ത് എവിടെ തരൂ? കുടുംബത്തെ തരൂ. അവില് കൊണ്ടേ കൊടുത്ത കുചേലനായിട്ടൊന്നും കൊടുത്തില്ല, കൊടുത്തയച്ചു കുടുംബത്തിലേക്ക്. തന്നെ പിടിച്ചു കെട്ടാനും തനിക്കെതിരെ ദ്രോഹിക്കാനും തന്റെ പ്രിയപ്പെട്ടവരെ ദ്രോഹിക്കാനും നോക്കിയ ദുര്യോധനെ ഒറ്റയ്ക്ക് കൊന്നില്ല, കുടുംബത്തോട് കൊന്നു. ഈ പാവം നരസിംഹസ്വാമി ഇല്ലേ, ഇപ്പൊ ഇന്ന് ഇവിടെ അവതരിച്ചില്ലേ, പാവം അദ്ദേഹം ഒരാളെ കൊന്നിട്ടുള്ളൂ, ഒരേ ഒരു മനുഷ്യനെ, ഹിരണ്യകശിപു. ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ അകത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ കൊന്ന ആൾക്ക് കണക്കില്ല, ഓർത്തോളൂ. എത്ര ആളെ ഭഗവാൻ കൊന്നു എന്ന് വെച്ചാൽ കണക്കില്ല. ഒക്കെ മോക്ഷമാണ് നമ്മൾ വ്യാഖ്യാനിക്കെങ്കിലും കണക്കില്ല. അതുകൊണ്ട് എന്ത് ഭക്തിയുടെ പേരിൽ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ്, ഉണ്ണിയല്ലേ എന്തു ആവാം എന്ന് കരുതുന്നതിന് മുമ്പ് ഒന്ന് ഓർക്കുക, നിർഹരേ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഈ ഒരു പ്രഭാഷണം ഗുരുവായൂരപ്പൻ്റെയും മഹാദേവന്റെയും ശ്രീ ഭഗവതിയുടെയും കാൽക്കൽ സമർപ്പിക്കുന്നു. ഇത്ര നേരം അധികം പേരൊന്നും എഴുന്നേറ്റ് പോയത് കണ്ടില്ല, വലിയ സന്തോഷം. ഗുരുവായൂരപ്പനെ അനുഗ്രഹിച്ച് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം ഇതുവരെ അങ്ങനെ വല്ലാതെ കാണാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒഴിഞ്ഞ കസേരകളുടെ മുമ്പിൽ സംസാരിക്കേണ്ട ഗതികേട് ഗുരുവായൂരപ്പൻ ഉണ്ടാക്കിയിട്ടില്ല. അതൊന്നും എൻ്റെ ഗതികേട് കൊണ്ടോ എൻ്റെ ക്രെഡിറ്റ് കൊണ്ടോ രണ്ടുമല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഗുരുവായൂരപ്പൻ്റെ കൃപ മാത്രമാണ്. ആ ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദേശനാഥനായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊക്കെ എത്രയോ സുഹൃതർ. ഒരു ശ്ലോകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാനായിട്ട് ഈ ഒരു ശ്ലോകമാണുള്ളത്. ഗുരുവായൂരപ്പനെ തിരിഞ്ഞു നോക്കാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, ചേലപ്പറമ്പൻ. സദാസമയവും സ്ത്രീകളുടെ പുറകെ പോയി ഗുരുവായൂർ അമ്പലത്തിനകത്തിട്ടൊരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറാൻ വേണ്ടി ശ്രമിച്ച് ഒരിക്കൽ ഇനി ആയുസ് മുന്നോട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇന്നേ വരെ ഗുരുവായൂർ അമ്പലത്തിന് മുമ്പിൽ പോയി നിൽക്കാത്ത ആ മനുഷ്യൻ ശ്രീലകത്തിന് മുമ്പിൽ പോയി നിന്ന് ചൊല്ലിയ ശ്ലോകമാണിത്. ഇതുവരെ ഗുരുവായൂരപ്പനെ അയാൾ കണ്ടിട്ടില്ല. 70-90 വയസ്സായി, എപ്പോഴും സ്ത്രീകളുടെ പുറകെയായിരുന്നു. പറയുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിനാ ജോലി. അയാൾ കണ്ടിട്ടില്ല ഗുരുവായൂരപ്പനെ. ഒരിക്കൽ പോയി കണ്ടു, പ്രാണം പോവാറായി എന്ന് മനസ്സിലായപ്പോൾ. അപ്പൊ അദ്ദേഹം ചൊല്ലിയ ശ്ലോകമാണിത്. സാധിക്കുമെങ്കിൽ നമുക്ക് ഇവിടെ സപ്താഹമൊക്കെ കഴിഞ്ഞ് ഈ ശ്ലോകം എഴുതി വെക്കണം. ഇവിടെ പറയുന്നത്, അബ്ദാർദാനേ ഹരിം പ്രസന്നകരോ ഔത്താന പാതി ശിശു സപ്താഹേന നൃപപരീക്ഷിത് അബല യമാധാത് പിങ്കള ഗഠ്വാങ്ക ഗടി അദ്യതോ നവതി പ്രയോപി തന്വഥ തം കരുണാനിധിം പ്രവദ്യേ ശർമ്മം ശേഷായുത തോഷയാന്നാണ് ഇതിന്റെ അർത്ഥം. മലയാളത്തിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഒരാൾ എഴുതിയിട്ടുണ്ട്. ആണ്ടിൽ പാതി തപസ് ചെയ്തു ധ്രുവനാം ബാലൻ പരീക്ഷിത്തു താൻ 7 ദിനത്തിൽ അങ്ങനെയൊരാൾ അർദ്ധമാത്രയിൽ നേടി മോക്ഷത്തെ എങ്കിലത് വ്യഥ പാഴാക്കിയിടുന്നു ഭജിച്ചീടിനിൽ യൗവനമാണ്ടു 100 തികയുമ്പോഴെ ഓർക്ക ദൈവത്തിന് എന്നാണ് അർത്ഥം. പറയുന്നത്, വർഷത്തിന്റെ പകുതി കൊണ്ട് ധ്രുവന് സാധിച്ചു, 7 ദിവസം കൊണ്ട് പരീക്ഷത്തിന് സാധിച്ചു, കേവലം 1.5 മണിക്കൂർ കൊണ്ട് പിങ്കളയ്ക്ക് സാധിച്ചു, 90 വയസ്സായിട്ടും എനിക്ക് സാധിച്ചില്ലല്ലോ ഭഗവാനെ, ഞാനിതാ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത്ര കടന്ന് അതോടുകൂടി അദ്ദേഹത്തിന്റെ പ്രാണം പോയി. ഈ ഒരു പ്രാർത്ഥനയുള്ളൂ നമുക്ക് ഭഗവാനോട് പറയാൻ. ഭഗവാനെ, എന്തൊക്കെയോ കഴിഞ്ഞു, 7 ദിവസം കൊണ്ട് അങ്ങ് പരീക്ഷത്തിന് കൊടുത്തു, 1.5 വർഷം കൊണ്ട് ധ്രുവന് കൊടുത്തു, എനിക്ക് തരാൻ എത്ര സമയം അങ്ങേക്ക് ബാക്കിയുണ്ട് എന്നുള്ള ചോദ്യം മാത്രമാണ് ഗുരുവായൂരപ്പനോടുള്ളൂ. ആ ഭഗവാൻ നിങ്ങളെയൊക്കെ തന്നെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ പരിപാടിയുടെ പ്രായോജകരായിട്ടുള്ള അദ്ദേഹത്തിനും കുടുംബത്തിനും ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. താങ്ക് യു സോ മച്ച്.